Debate with Dr. Arun Kumar. അതിഥികളായി നമുക്കൊപ്പം UDF പ്രതിനിധി PK നവാസ്, CPM പ്രതിനിധി K റഫീഖ്, BJP പ്രതിനിധി പ്രശാന്ത് മലവേൽ, പ്രദേശവാസിയായ യൂനസ് എന്നിവരാണ് ചർച്ചയിൽ. ആദ്യം യൂനസിലേക്ക്. യൂനസ്, സ്വപ്നത്തിലേക്കുള്ളൊരു തറക്കല്ലിടിയിലാണോ ഇന്ന് നടന്നത്? യൂനസ് അടക്കമുള്ളവർ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണോ? എങ്ങനെയാണ് ഈ തറക്കല്ലിടിയിലിനെ നിങ്ങൾ പ്രദേശവാസികൾ കാണുന്നത്? നമസ്കാരം സാർ. എന്തായാലും കേരളത്തിലെ ആദ്യമായിട്ട് ഞാൻ കേരളത്തിൽ ജനിച്ചതിനെ കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു. ഞങ്ങളെ ചേർത്ത് നിർത്തിയ കേരള ജനതയ്ക്കും അതുപോലെ തന്നെ കേരള സർക്കാരിനും അതുപോലെ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും എൻ്റെയും എൻ്റെ നാടിൻ്റെയും അകമഴിഞ്ഞ നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളിന്ന് സന്തോഷത്തിലാണ്, എന്നാൽ സങ്കടത്തിലുമാണ്. കഴിഞ്ഞതൊന്നും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് ഞങ്ങളുടെ നാട്ടിൽ സംഭവിച്ചത്. ദൈവവിധിയായിരുന്നു. ഞങ്ങൾ മാനസികമായിട്ട് ഇണങ്ങിച്ചേരാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും പെട്ടെന്ന് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് അത് വേർപെട്ട് പോകാൻ പ്രയാസമാണ്. നിങ്ങളെല്ലാം ആ കാഴ്ച കണ്ടതാണല്ലോ. എന്തായാലും ഒരു ആശ്വാസ ദിനമാണിന്ന്. ഒരുപാട് മാസത്തെ കാത്തിരിപ്പിന് ശേഷം കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, വയനാട് MP, വിവിധ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം മാറ്റിവെച്ച് അതിഗംഭീരമായിട്ട് തന്നെ ആ തറക്കല്ലിടൽ ചടങ്ങ് ഭംഗിയായി നടന്നു. ഇത് കൂട്ടിച്ചേർക്കുമ്പോൾ ഇപ്പോഴും ഒരു വിഭാഗം ഇപ്പോഴും മാനസികമായിട്ട് പ്രയാസത്തിലിരിക്കുന്ന സമയമുണ്ട്. അതായത് ഞാൻ പറയുന്നത്, ഇന്ന് തറക്കല്ലിട്ടപ്പോൾ ലിസ്റ്റിൽ പേര് വന്നവർ കുറച്ച് ആളുകളെ കാണുമ്പോൾ അവരുടെ മുഖത്ത് ഒരു വിഷാദം, അതിശക്തമായൊരു വിഷമം വരിക. അതിൻ്റെ കാരണം അടുത്തടുത്ത് താമസിച്ചവരാ. അതിൽ ചിലവരുടെ പേര് ലിസ്റ്റിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ ലിസ്റ്റിൽ വന്നവർക്ക് അതിൻ്റെതായ വിഷമങ്ങളുണ്ട്. ഇത് പലതവണ നമ്മൾ സർക്കാരിൻ്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ആണെങ്കിലും ADM ആണെങ്കിലും വിവിധ രാഷ്ട്രീയ കക്ഷികളോടാണെങ്കിലും പറഞ്ഞിട്ടൊന്നും ഒരു നീതി നിഷേധനമാണ് കാണുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും ഇതിൽ ആരെല്ലാം ഉൾപ്പെടാത്തതാണെന്നും ആരെല്ലാം ഉൾപ്പെടേണ്ടതാണെന്നും നമുക്ക് ചർച്ചയുടെ വഴിയോടെ അറിയാം. അതെ യൂനിസ്, അത് എന്തായാലും സർക്കാർ പരിഗണിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർക്ക് വീണ്ടും അവസരം നൽകുന്നു. ആ ലിസ്റ്റുകൾ പുനഃക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ്. ഇനി ഹാരിസൺ എസ്റ്റേറ്റിലടക്കം മറ്റൊരു ടൗൺഷിപ്പ് വേണ്ടി വന്നാൽ അങ്ങോട്ട് പോകും. ഇവിടെ മാത്രം 430ഓളം വീടുകൾക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടാത്തവരും ആശങ്കപ്പെടേണ്ടതില്ല. യോഗ്യരാണെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും ഈ ലിസ്റ്റ് ഒരുപക്ഷെ പുനഃക്രമീകരിക്കുക. ഇന്ന് MP അടക്കം അക്കാര്യം സൂചിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രശാന്ത് മലവേലിലേക്ക് പോകുന്നു. പ്രശാന്ത് മലവേൽ, ഇന്ന് ഈ ചർച്ചയിലിരിക്കുന്ന സമയത്ത് കേരളം ഒറ്റക്കെട്ടായി അതിജീവനത്തിൻ്റെ ഈ തറക്കല്ലിട്ട ഈ ചടങ്ങിൽ എല്ലാവരും സന്തോഷം കൊള്ളുമ്പോൾ പ്രശാന്തിന് ആ അർത്ഥത്തിൽ ഒരു പങ്കാളിയാകാൻ കഴിയുന്നുണ്ടോ? ഇന്ന് മുഖ്യമന്ത്രി ഈ തറക്കല്ലിടുമ്പോൾ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്, കേന്ദ്രം പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സഹായിച്ചില്ല, നമ്മൾ കരുതിയതുപോലെ നേരത്തെയുള്ള അനുഭവം പോലെ ഇനിയൊന്നും പ്രതീക്ഷിക്കുകയും വയ്യ എന്നാണ്. ഇത് കേരളത്തിൻ്റെ തനതായ, കേരളത്തിൻ്റെ മാത്രമായ ഒരു അതിജീവന കഥയായി മാറുകയാണോ പ്രശാന്ത് മലവേൽ? ഒരിക്കലുമല്ല. ഞാൻ ഇന്നത്തെ ഈ ചടങ്ങിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഒരു വയനാട്ടുകാരൻ എന്ന നിലക്കും ഈ വിഷയങ്ങളിലെല്ലാം സജീവമായി പങ്കെടുത്തിട്ടുള്ള ആളെന്ന നിലക്കും ഞാൻ ഈ ഇന്നത്തെ തറക്കല്ലിടൽ ചടങ്ങിനെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതിൽ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ സർക്കാർ കാണിച്ചിട്ടുള്ള, സംസ്ഥാന സർക്കാർ ഇന്ന് വരെ കാണിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് ചില ആശങ്കകളുണ്ട്. ആ ആശങ്കകൾ എന്നിലൂടെ പറയണമെന്നില്ല. ഇപ്പോൾ തന്നെ നമ്മൾ തുടക്കത്തിൽ ശ്രീ നവാസ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ആദ്യം കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അവസാനം അദ്ദേഹം കൃത്യമായിട്ട് അവസാനത്തെ പോയിന്റ് പറഞ്ഞു. ഇപ്പോഴും ലിസ്റ്റുകൾ തയ്യാറായത് പൂർണ്ണമല്ല. ഇപ്പോഴും തങ്ങളുടെ അയൽവാസികൾ ഈ കൂരകളിൽ അന്തി ഉറങ്ങാൻ വരുന്നവരാണോ എന്നുള്ള സംശയമുണ്ട്. എൻ്റെ ഒരു പ്രധാനപ്പെട്ട സംശയം അവിടെ തന്നെയാണ്. 7-8 മാസമായിട്ടും എന്തിനാണ് 1-ാം ഘട്ടം, 2-ാം ഘട്ടം, 3-ാം ഘട്ടം എന്നുള്ള ലിസ്റ്റുകൾ എന്തിനാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ സംശയം. അതവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല, അത് ചർച്ച ചെയ്യാം നമുക്ക്. രണ്ടാമത്തെ കാര്യം, ഇന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ തറക്കല്ലിട്ടപ്പോൾ തറക്കല്ലിടുന്ന ആ ഒരു ചെറിയ
തുണ്ട് ഭൂമിയല്ലാതെ സംസ്ഥാന സർക്കാരിന് ആ എൽസ്റ്റൺ എസ്റ്റേറ്റ് പൂർണ്ണമായി ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞതുപോലെ 64.4 ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ടോ? അപ്പോൾ സിംബോളിക്കായിട്ട് ഒരു പ്രതീകാത്മകമായിട്ടല്ലേ അവിടെ ഇന്നൊരു തറക്കല്ലിട്ടിട്ടുള്ളത്? അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇവിടെ നിരന്തരം ഹൈക്കോടതിയിൽ 26 കോടി രൂപ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വേണ്ടി കളക്ടർ രജിസ്ട്രാർക്ക് കെട്ടിവെച്ചിട്ടില്ലേ? 26 കോടി മതിയോ ഡോക്ടർ അരുൺ? അങ്ങനെയാണോ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകൾ പറഞ്ഞത്? ഹൈക്കോടതി കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ പറഞ്ഞത് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്ത് ഭൂമി ഏറ്റെടുത്തോളൂ എന്നല്ലേ പറഞ്ഞത്? അവരുടെ ആവശ്യം നിറവേറ്റിയിട്ടുണ്ടോ? എൽസ്റ്റൺ എസ്റ്റേറ്റുകാരുടെ ഒപ്പം നിൽക്കുന്ന ആളല്ല ഞാൻ, തിരുത്തിക്കോളൂ. ഞാൻ അങ്ങനെയല്ല, എൽസ്റ്റൺ എസ്റ്റേറ്റുകാരുടെ കൂടെയല്ല, അഭിപ്രായം ബി ജെ പിക്കുണ്ടോ? ഞാൻ പറയുന്നത് അത് എത്രയോ ആയിക്കോട്ടെ, 10 കോടി കൊടുത്തോട്ടെ, 5 കോടി കൊടുത്തോട്ടെ, ഇനി ഒന്നും കൊടുക്കാതെ ഏറ്റെടുത്തോട്ടെ, സർക്കാരിൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം വ്യവഹാരങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള സംവിധാനം ഒരുക്കി കൊടുത്തുകൊണ്ട്, കോടതിയിൽ പോകാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് ഒരു സിംബോളിക്കായിട്ടുള്ള ഒരു തറക്കല്ലിടൽ മാമാങ്കം നടത്തുന്നത് എന്തിനാണ്? അതാണ് ചോദ്യം. പൂർണ്ണമായിട്ട് സർക്കാരിന് ഏറ്റെടുത്തുകൂടെ? 1 രൂപ കൊടുക്കാതെ ഏറ്റെടുത്തുകൂടെ? ഇനി 5 കോടി കൊടുത്തിട്ട് ഏറ്റെടുത്തുകൂടെ? അതിന് പുറമെ അവിടെ 100-300 ആളുകൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണ്ടേ? സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടല്ലേ ഈ റീഹാബിലിറ്റേഷൻ പദ്ധതി അങ്ങോട്ട് മുന്നോട്ട് പോവുക? ഇപ്പൊ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചട്ടപ്രകാരമല്ലേ ആ ഭൂമി ഏറ്റെടുക്കാൻ കളക്ടർ തുനിഞ്ഞിറങ്ങിയതും കോടതി പച്ചക്കൊടി കൊടുത്തതും? എല്ലാ കേസുകളിലും എൽസ്റ്റൺ എസ്റ്റേറ്റും ഹാരിസൺ എസ്റ്റേറ്റും തോറ്റില്ലേ? ഇപ്പോൾ പൂർണ്ണമായും കേരള സർക്കാർ അവിടെ പൈസ കെട്ടിവെച്ചില്ലേ? ഡോക്ടർ അരുൺ, ഇല്ല, അത് തെറ്റല്ലേ? 26 കോടി അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. 26 കോടി മതി എന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റുകാർ പറഞ്ഞു കഴിഞ്ഞോ? അത് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞോ? അത് കോടതിക്ക് ബോധ്യമായി, ബി ജെ പിക്ക് ബോധ്യമായി എന്ന് പറയുമ്പോഴാണ് സംശയം. നിങ്ങൾ വാദിക്കുന്നത് ദുരന്തബാധിതരായ മനുഷ്യർക്ക് വേണ്ടിയാണോ അതല്ല എൽസ്റ്റൺ എസ്റ്റേറ്റിന് വേണ്ടിയാണോ? ഇല്ല, അതെ പൂർണ്ണമായി അല്ലല്ല, ഒരിക്കലുമല്ല. ഞാൻ ചോദിക്കുന്നത് പൂർണ്ണമായി എൽസ്റ്റൺ എസ്റ്റേറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ കൈകളിലേക്ക് വന്നു കഴിഞ്ഞോ എന്നുള്ളതാണ് ചോദ്യം. അത് വരുന്നതിന് മുൻപ് എന്തിനാണ് തറക്കല്ലിട്ടത് എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് നേരത്തെ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാർ ഒന്നും കൊടുത്തിട്ടില്ലേ? കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ളവർക്ക് ആത്മാർത്ഥതയോടുകൂടിയാണോ ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് രണ്ടാമത്തെ കാര്യം. 111 കോടി രൂപ, 530 കോടി രൂപ ഇവിടെ ഈ സംവിധാനത്തിൻ്റെ റീഹാബിലിറ്റേഷന് വേണ്ടി മറ്റു കാര്യങ്ങൾക്കും വേണ്ടി വകയിരുത്തിയതിൽ ഒന്നാമത്തേതാണ് 111 കോടി രൂപ നെടുമ്പാല എസ്റ്റേറ്റിലും എൽസ്റ്റൺ എസ്റ്റേറ്റിലും റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷന് വേണ്ടി 111.32 കോടി രൂപ മാറ്റിവെച്ചത്. അതിൻ്റെ പണി മാർച്ച് മാസത്തിൽ തുടങ്ങിയാൽ മതി. അത് അവസാനിപ്പിക്കുന്നത് ഡിസംബർ മാസം 31-ാം തീയതി അവസാനിപ്പിച്ചാൽ മതി. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമല്ലേ ഇത് പുതിയ നറേറ്റീവ്. സ്വാഭാവികമായിട്ടും 50 കൊല്ലത്തിന് ശേഷം 1 രൂപ പലിശയില്ലാതെ തിരിച്ചടയ്ക്കേണ്ട തുക, അത്രയേ ഉള്ളൂ. ആ പണത്തിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയട്ടെ ആ പണം തൊട്ടിട്ടില്ല എന്ന് പറയട്ടെ, ആ പണം സംസ്ഥാനത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആ പണം എടുത്തിട്ടില്ല എന്ന് പറയട്ടെ, ആ പണം ഞങ്ങൾ തൊടുന്നേയില്ല എന്ന് പറയട്ടെ, അത് തിരിച്ചു കൊടുക്കാമെന്ന് പറയട്ടെ. കേന്ദ്ര സർക്കാർ പ്രകാരം കേരളം 2221 കോടി രൂപ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടു. എന്നാൽ കേന്ദ്രം ഒന്നും കൊടുത്തില്ല. പകരം കേന്ദ്രം 589 കോടി രൂപ കേരളം കൊടുക്കുന്നു. കേരളം കൊടുക്കുന്നത് എങ്ങനെയാണ്? വായ്പയായി കൊടുക്കുന്നു. ആ വായ്പയിൽ 111 കോടിയാണ് താങ്കൾ ഈ പറഞ്ഞതുപോലെ ഈ ടൗൺഷിപ്പിൻ്റെ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളത്. അത് 50 വർഷത്തിനു ശേഷം തിരിച്ചടയ്ക്കണം. സമാനമായ സാഹചര്യത്തിൽ ത്രിപുരയ്ക്കൊരു 40 കോടി കൊടുത്തല്ലോ, അത് വായ്പയല്ലല്ലോ. സമാനമായ സാഹചര്യത്തിൽ അതിനെ അത്രയും പോലും ആഘാതമുണ്ടാകാത്ത ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കും 3448 കോടി രൂപയും 11,500 കോടി രൂപ ബീഹാറിനും കൊടുത്തല്ലോ. ഈ പൈസയൊന്നും തിരിച്ചടയ്ക്കേണ്ടല്ലോ. ബീഹാറിനും തെലങ്കാനയ്ക്കും ആന്ധ്രാപ്രദേശിനും കൊടുത്ത പൈസയിൽ ഒരു പൈസ പോലും തിരിച്ചടയ്ക്കേണ്ടാതിരിക്കുകയും കേരളത്തിൽ ഏകദേശം 236ഓളം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരുടെ പുനരധിവാസത്തിന് കേന്ദ്രം കൊടുത്ത പണം വായ്പയായി കൊടുക്കുന്നതും ചെയ്യുന്നതിൽ തമ്മിൽ ഒരു വൈരുദ്ധ്യമില്ലേ? രണ്ടും രണ്ട് നിലപാടല്ലേ? ആ നിലപാടിനെയാണ് ഇന്ന് മുഖ്യമന്ത്രി വിമർശിച്ചത്.
ഒന്നാമത്തെ കാര്യം 2/11/2024 സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതാണ് 535 കോടി രൂപ വായ്പയായിട്ട്. കേന്ദ്ര സർക്കാർ അപ്പോൾ തന്നെ അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടെടുക്കുകയാണ്. നിങ്ങൾ ചോദിച്ചിട്ടുള്ള തുക ഡേറ്റ് വെച്ചോളൂ, 2/11/2021 കഴിഞ്ഞ നവംബർ മാസം 2-ാം തീയതി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതാണ് 535 കോടി രൂപ വായ്പയായി. ആ വായ്പയായിട്ട് അനുവദിച്ചത് മാനദണ്ഡങ്ങൾ ഇപ്പോൾ നാളെ മറ്റന്നാളോ അടയ്ക്കേണ്ട, നിങ്ങൾ 50 കൊല്ലം കഴിഞ്ഞ് പലിശയില്ലാതെ അടച്ചോളൂ. പക്ഷേ ഏതൊക്കെ മേഖലയ്ക്ക് ചെലവഴിക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. കാരണം വായ്പയില്ലാതെ കൊടുക്കുന്ന തുകയായതുകൊണ്ട് തന്നെ ഏതൊക്കെ മേഖലയ്ക്ക് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് 2219 കോടി രൂപയുടെ PDNA റിപ്പോർട്ട് പ്രകാരം സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനത് അംഗീകരിക്കുന്നു. എൻ്റെ ഒരു ചോദ്യം ഡോക്ടർ അരുൺ, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ഇവിടുത്തെ വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾക്കും വേണ്ടിയിട്ടാണ്. PDNA കൊടുത്തപ്പോൾ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലുമുള്ള 1023 വീടുകൾ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലേ? ഇപ്പോൾ എത്രയാണ് ഉള്ളത്? 430 താഴെ. ശരി, ബാക്കി 622 എവിടെയെന്ന് ചോദിക്കാൻ ആരും പാടില്ല. പോട്ടെ. കേന്ദ്രം എടുത്തിരുന്നു പ്രശാന്ത്, നിങ്ങൾ 1000 വീട് തന്നതുകൊണ്ടാണ് PDNA അനുവദിക്കാത്തത്. അങ്ങനെ എന്തെങ്കിലും ഒരു മറുപടി? ഞാനൊന്ന് കംപ്ലീറ്റ് ആക്കാം. ഞാനൊന്ന് കംപ്ലീറ്റ് ആക്കാം. ഒരൊറ്റ പോയിന്റിൽ ഞാനൊന്ന് കംപ്ലീറ്റ് ആക്കാം. നെടുമ്പാല എസ്റ്റേറ്റും എൽസ്റ്റൺ എസ്റ്റേറ്റുമാണ് PDNA-യിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നെടുമ്പാല എസ്റ്റേറ്റ് ഉണ്ടോ? അപ്പോൾ 2219 കോടി എന്നല്ലേ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്? അപ്പോൾ നെടുമ്പാല എസ്റ്റേറ്റ് പോയി, 622 ആളുകൾ പോയി. പക്ഷേ കേന്ദ്രം കൊടുക്കേണ്ടത് 2219 കോടി മാത്രം. ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്മൾ കൂടുതൽ ചോദിച്ചു. ശരി, കൂടുതൽ ചോദിച്ചതൊരു തെറ്റാണെന്ന് കരുതിക്കോ. നിങ്ങൾ യഥാർത്ഥ കണക്ക് വെച്ച് നോക്കിക്കോ. നെടുമ്പാല എസ്റ്റേറ്റ് ഇല്ല, എൽസ്റ്റൺ എസ്റ്റേറ്റ് ബാക്കി. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം 242 33 അല്ലേ 80 ഏകദേശം 343ഓളം ആളുകളുടെ ലിസ്റ്റ് ആയി കഴിഞ്ഞു. ഇനിയും ഒരു പക്ഷേ ആ ലിസ്റ്റ് വന്നൊരു 400-430 പേരിൽ എത്തി നിന്നേക്കാം. ചോദിച്ചതിലും പകുതിയേ ഉള്ളൂ. പകുതി കൊടുക്കാമല്ലോ. ശരി, അല്ല പകുതി അതല്ലേ 530 കോടി രൂപ അതിൽ ഒന്നാമത്തെ എല്ലാ 111 കോടി രൂപ എടുക്കട്ടെ, അത് ചെലവഴിക്കട്ടെ, ജനങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ. അത് ഉപയോഗിച്ചില്ലല്ലോ. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ തിരിച്ചടക്കട്ടെ. അതാണ് നമ്മുടെ ചോദ്യം. അല്ല, അത് ഇവർ നോക്കണ്ടല്ലോ. അതെന്തിനാണ് ഇന്നത്തെ സംസ്ഥാന സർക്കാർ നോക്കുന്നത്? എന്തിനാണ്? അവിടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള 529 കോടിയെങ്കിൽ 529 കോടി ആ പണമെങ്കിലും തിരിച്ചടക്കേണ്ടാത്ത അസിസ്റ്റൻസ് ആയി ഈ പറയുന്ന മനുഷ്യരുടെ ദുരിതം അകറ്റാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്നെങ്കിൽ ഇന്നിപ്പോ ഈ ചടങ്ങിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കേണ്ട ഒരാൾ പ്രശാന്ത് മലവേലാകുമായിരുന്നില്ലേ? ഡോക്ടർ അരുൺ PDNA പ്രകാരം അവിടെ ഒരു കല്ലെടുത്ത് വെക്കൽ മാത്രമാണോ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്? അവനവന്റെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് ഒരു പൈസ പോലും സഹായമായ അർത്ഥത്തിൽ കൊടുക്കാതെ പ്രശാന്ത് മലവേ 8 മാസത്തിനുള്ളിൽ കോടതി വ്യവഹാരങ്ങളെല്ലാം വിജയിച്ച് ഇവിടെ 26 കോടി രൂപ കെട്ടിവെച്ച് ഈ പറയുന്ന പദ്ധതിയിലേക്ക് ഇറങ്ങിയ ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടായ ഒരു അതിജീവനത്തിന്റെ കഥ രചിക്കുകയാണ്. ഞാൻ പ്രശാന്തിലേക്ക് തിരിച്ചു വരാം. പ്രശാന്ത്, എൻ്റെ ചോദ്യത്തിന് ഉത്തരം ഇനിയും കിട്ടിയിട്ടില്ല. PDNA പ്രകാരം 2221 കോടി രൂപയുടെ ആവശ്യപ്പെട്ട കേരളത്തിന്റെ ആവശ്യം എന്ത് ചെയ്തു? പകരം നിങ്ങൾ വായ്പയായി തരാൻ തീരുമാനിച്ചത് എന്തുകൊണ്ട്? ഇതേപോലെ സമാന സാഹചര്യങ്ങളിൽ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ബീഹാറിലും നിങ്ങൾ കൊടുത്തത് രൊക്കം പണമായി അസിസ്റ്റൻസ് ആയിരുന്നില്ലേ? എന്തുകൊണ്ട് നമുക്ക് മാത്രം വായ്പ, അവർക്ക് മാത്രം സഹായം? ഈ ചോദ്യത്തിന് ഉത്തരം അങ്ങ് കിട്ടുമെങ്കിൽ കണ്ടെത്തി വെച്ചോളൂ. ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. നമുക്കൊപ്പം CPM പ്രതിനിധിയുണ്ട് കെ റഫീഖ്. ഇതിപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇതൊരു കേരളത്തിൻ്റെ തനത് അതിജീവനമാണ് എന്നാണ്. എന്നാൽ BJP പറയുന്നത് കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം എന്നാണ്. ഇതിൽ 2 കാര്യങ്ങളാണ് MT രമേശ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, വയനാട് ചൂരൽമല മുണ്ടക്കൈ ഇരകളെ സർക്കാർ കബളിപ്പിക്കുന്നു. വയനാട്ടിൽ ഇന്ന് നടന്നത് ഏകപക്ഷീയമായ പരിപാടി, പേരിനൊരു പരിപാടിയാണ് നടന്നത്. ഇരകളെ മുഖ്യ ശത്രുക്കളായി കാണുന്നു. ലിസ്റ്റ് പരിപൂർണമല്ല. വീട് എങ്ങനെയാണ് നൽകുക? 170 പേർക്ക് വീടുണ്ടാക്കി നൽകുമെന്ന് പറയുന്നു. ഇരകളുടെ സമ്പൂർണ്ണ ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. കേന്ദ്രം നൽകിയ 111 കോടി രൂപ ലാപ്സാവാതിരിക്കാൻ വേണ്ടിയുള്ള കണ്ണിൽ പൊടിയിടലാണ് നടന്നതെന്നാണ് BJPയുടെ പക്ഷം. കെ റഫീഖ്. ഇവിടെ സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ ഈ BJPയുടെ നേതൃത്വം പറഞ്ഞത്
അവർ കേരളത്തോട് സ്വീകരിക്കുന്ന സമീപനം വ്യക്തമാക്കുന്ന നിലയിലാണ്. അവരെ ഒരു നയാ പൈസ പോലും ഇതിനു വേണ്ടി നൽകിയില്ലല്ലോ. ഇവിടെ നിങ്ങൾ തന്നെ ചോദിച്ചല്ലോ, PDNA പ്രകാരം നമ്മൾ കൊടുത്തത് അതിന് ലഭിച്ചില്ല. ആഗസ്റ്റ് 17 നമ്മൾ കൊടുത്ത റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു പണവും ലഭിച്ചില്ല. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രധാനമന്ത്രി ഈ ദുരന്തബാധിത മേഖലയിലേക്ക് കടന്നു വന്നു. പ്രധാനമന്ത്രി എടുത്ത ഒരു കുഞ്ഞിൻ്റെ പേര് നെയ്സമോൾ എന്നാണ്. നെയ്സമോൾക്ക് ആ നെയ്സമോളുടെ പിതാവ് നഷ്ടപ്പെട്ടു പോയതാണ്, ഷാജഹാൻ. നെയ്സമോളുടെ വല്യപ്പ മരണപ്പെട്ടു പോയതാണ് ഈ ദുരന്തത്തിൽ. നെയ്സമോളുടെ 2 സഹോദരിമാർ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയതാണ്. ആ നെയ്സമോളെ എടുത്തുകൊണ്ട് ലോകത്തിനു മുമ്പിൽ കാരുണ്യവാനായ പ്രധാനമന്ത്രി എന്ന് വരുത്തി തീർത്തതല്ലാതെ എന്ത് ആത്മാർത്ഥമായ നിലപാടാണ് BJP ഇവിടെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ചത്? കേരള വിധവും അതുപോലെ തന്നെ ഇവിടെ ദുരന്തബാധിതരെ ശത്രുവായി പ്രഖ്യാപിക്കുന്ന നിലപാടുമാണ് കേന്ദ്രം സ്വീകരിച്ചത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇന്നത്തെ BJPയുടെ പ്രസ്താവനയും. കാരണം എല്ലാവരും വളരെ അഭിമാനപൂർവ്വം ദുരന്തബാധിതരെ ചേർത്ത് നിർത്തിക്കൊണ്ട് കേരളത്തിലെ ഇന്നത്തെ ചടങ്ങിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എല്ലാം പങ്കെടുത്തുകൊണ്ടൊരു പരിപാടി നടക്കുന്നു. ആ പരിപാടി വളരെ പ്രതീക്ഷയോടുകൂടി ദുരന്തബാധിതർ നോക്കിക്കാണുന്നു. ആ വേളയിൽ അതിനെതിരെ പറയാൻ BJPക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അതെല്ലാം ജനങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് BJPയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ല യഥാർത്ഥത്തിൽ എന്ത് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ആന്ധ്രയിലും തെലങ്കാനയിലും കൂടെ മരണപ്പെടുന്നത് 37 പേരാണ്. 37 പേർ മരിച്ച ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും 3448 കോടി കൊടുക്കാൻ ഇത്ര കാലതാമസം ഒന്നും ഉണ്ടായില്ല, വളരെ പെട്ടെന്ന് കൊടുക്കുന്നു. 7ാമത്തെ ദിവസമാണ് 25 പേർ മരിച്ച ത്രിപുരയ്ക്ക് 40 കോടി കൊടുക്കുന്നത്. 7 മാസം പിന്നിട്ടിരിക്കുന്നു ചൂരൽമല മുണ്ടക്കയിൽ ദുരന്തമുണ്ടായിട്ട്. എന്തുകൊണ്ട് നൽകാൻ തയ്യാറാകുന്നില്ല? അപ്പം അങ്ങേയറ്റം ശത്രുതാപരമായ നിലപാടാണ് യഥാർത്ഥത്തിൽ കേന്ദ്രം ദുരന്തബാധിതർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് ഈ ദുരന്തബാധിതരെ ചേർത്ത് നിർത്താൻ വേണ്ടിയുള്ള സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുകയാണ്. ഇവിടെ കണ്ണിൽ പൊടിയിടുന്ന പ്രശ്നമല്ല, അങ്ങനെയുള്ള യാതൊരു പ്രശ്നവുമല്ല എന്നത് വളരെ കൃത്യമായി ദുരന്തബാധിതർക്ക് തന്നെ ബോധ്യമുണ്ട്. ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ തുടങ്ങി ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ലോകോത്തര നിലവാരത്തിലുള്ള ടൗൺഷിപ്പ് എന്നുള്ളത് മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ആ നിലയിലാണ് ടൗൺഷിപ്പിൻ്റെ നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇന്ന് അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഭാഗമായി ഉള്ളത് എന്നത് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അവിടെ അംഗൻവാടിയുണ്ട്, ആശുപത്രിയുണ്ട്, അവിടെ വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്, കളിസ്ഥലമുണ്ട്, കമ്മ്യൂണിറ്റി സെൻ്ററുണ്ട്, തുടങ്ങിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ടൗൺഷിപ്പ്, ലോകോത്തര നിലവാരമുള്ള ടൗൺഷിപ്പാണ് അവിടെ വിഭാവനം ചെയ്യുന്നത്. നമുക്കറിയാം, എല്ലാം നഷ്ടപ്പെട്ടു പോയവരാണ് അവിടെയുള്ള ദുരന്തബാധിതർ. അവരുടെ അഭിപ്രായം കൂടെ തേടിക്കൊണ്ടാണ് ഇങ്ങനെയൊരു ടൗൺഷിപ്പിലെ കടന്നുകൂടുന്നത്. പക്ഷേ അവരുടെ അഭിപ്രായം കേട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു പരാതി. ഈ 15 ലക്ഷത്തിലേക്ക് നിങ്ങൾ എത്തിയത്, വീട് നിർമ്മാണത്തിൽ 20 ലക്ഷത്തിലേക്ക് എത്തിയത്, അവരുടെ ഒന്നും ഭാഗം നിങ്ങൾ കേട്ടിട്ടേ ഇല്ലല്ലോ. അവരുടെ ഭാഗം കേൾക്കാതെ ഏകപക്ഷീയമായി എടുത്തൊരു നടപടി എന്ന നിലയ്ക്കാണ് പ്രതിപക്ഷ മന്ത്രിയെ വിമർശിച്ചത്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. രണ്ടാമത് അങ്ങ് പറഞ്ഞ ഈ വലിയ മാതൃകാ ടൗൺഷിപ്പ് വരുമ്പോൾ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്ന 64 ഹെക്ടർ ഭൂമി ഈ സർക്കാരിന് സ്വന്തമാകുമെന്ന് എന്താ ഉറപ്പ്? ഇപ്പോഴും കോടതി വ്യവഹാരത്തിലല്ലേ? നമ്മൾ കോടതിയിലല്ലേ പണം കെട്ടിവെച്ചത്? എലക്ഷൻ എസ്റ്റേറ്റ് ഭീമമായ തുകയല്ലേ ആവശ്യപ്പെടുന്നു? അല്ല, കോടതി വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചു. 2 തരത്തിൽ. ആദ്യം മാനേജ്മെൻറ്റ് കോടതിയെ സമീപിച്ചു. അപ്പോൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാമെന്നുള്ളത് കൃത്യമായി കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റെടുക്കുന്ന നടപടികളിലേക്ക് കടന്നത്. പിന്നീട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉദ്ഘാടന പരിപാടി പോലും തടയണമെന്ന് പറഞ്ഞുകൊണ്ട് ഉടമസ്ഥർ കൊടുത്തപ്പോൾ കോടതി എന്താ പറഞ്ഞത്? ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ കൃത്യമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ദുരന്തബാധിതരെ കേൾക്കാത്ത സാഹചര്യം ഇല്ല. ദുരന്തബാധിതരെ ആദ്യഘട്ടത്തിൽ തന്നെ വിളിച്ചു, മുട്ടിൽ വെച്ചുള്ള വിളിച്ചു ചേർത്തുകൊണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എങ്ങനെയാണ് നിങ്ങൾക്ക് ആവശ്യം? അവർ പറഞ്ഞതാണല്ലോ, ഞങ്ങൾക്ക് ഒന്നിച്ച് ഒരു സ്ഥലത്ത് ഞങ്ങൾ ഒന്നിച്ച് ഞാൻ പറയട്ടെ, ഞാൻ ഒന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള അഭിപ്രായം കേട്ടുകൊണ്ടാണ് ടൗൺഷിപ്പ് ഒന്നിച്ചുള്ളതായി മുന്നോട്ട് പോകുന്നത്. ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ നോക്കൂ, 3 കാറ്റഗറിയിലായിട്ടുള്ള ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് നമുക്കറിയാലോ. ഫേസ് 1 വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർ. ആദ്യം അവർക്ക് കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു, പരാതി കൊടുക്കാനുള്ള സമയം കൊടുത്തു, ഫൈനൽ ലിസ്റ്റാക്കി. പിന്നെ ഫേസ് 2 എയും ബിയും അത് 2 ഘട്ടങ്ങളായി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു, കരട് പ്രസിദ്ധീകരിച്ചു, പരാതി കൊടുക്കാനുള്ള അവസരം കൊടുത്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിഗണിക്കാവുന്നത് ആ മാനദണ്ഡത്തിന് ഉള്ളിൽ വരുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു.
ഇപ്പം 30-ാം തീയതി വരെ വീണ്ടും എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ കലക്ടർക്ക് തന്നെ കൊടുക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നു. അതിനുശേഷം സ്വാഭാവികമായിട്ടും എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ വീണ്ടും സംസ്ഥാനതല ദുരന്ത അതോറിറ്റിക്ക് പരാതി കൊടുക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. അങ്ങനെ ആളുകൾക്ക് നിലവിലൊരു മാനദണ്ഡം പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രമാണല്ലോ ഒരു സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുക. ആ മാനദണ്ഡത്തിന് ഇടയിൽ ഉള്ള അർഹതപ്പെട്ട ആളുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനിയും സമീപിക്കാനുള്ള അവസരം കൊടുക്കുന്നു. നിരവധിയായ തവണ ഒറ്റയടിക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയല്ല ചെയ്തത്. കൃത്യമായി ദുരന്തബാധിതർക്ക് ആവശ്യമായ അവസരങ്ങൾ നൽകിക്കൊണ്ട് അവർക്ക് ഏതാണ് താല്പര്യം എന്നത് ചോദിച്ചുകൊണ്ട് ഒക്കെയാണ് പോകുന്നത്. നിങ്ങൾ 20 ലക്ഷത്തിൻ്റെയും 15 ലക്ഷത്തിൻ്റെയും പറഞ്ഞു. 20 ലക്ഷത്തിന് വീടല്ല, ഇപ്പോൾ ഗവൺമെൻറ് വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. 20 ലക്ഷം സ്പോൺസർമാരിൽ നിന്ന് വാങ്ങുന്ന തുകയാണ്. പകരം എത്രയാണോ തുക വരുന്നത് ബാക്കി തുക ഗവൺമെന്റ് കണ്ടെത്തും. അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ 20 ലക്ഷത്തിന്റെ വീട് എന്ന രൂപത്തിലല്ല പറയേണ്ടത്. ആദ്യം 30 ലക്ഷം എന്ന് പറയുകയും പിന്നീട് 20 ലക്ഷമാക്കി ചുരുക്കുകയും ചെയ്യേണ്ടി വന്നത് സ്പോൺസർമാരുടെ സമ്മർദ്ദം മൂലമാണ് എന്ന് നമുക്കറിയാമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അത് തെറ്റായ വാദമാണ് ശ്രീ അരുൺ. അത് തെറ്റായ വാദമാണ്. അതായത് 30 ലക്ഷം രൂപയുടെ വീട് എന്ന് ആദ്യം പറഞ്ഞതും ഇപ്പം അത് കുറയ്ക്കുകയോ ചെയ്തിട്ടില്ല. സ്പോൺസർമാരിൽ നിന്ന് 20 ലക്ഷം രൂപ വാങ്ങുന്നു എന്ന് മാത്രമാണ്. ബാക്കി തുക ഗവൺമെൻറ് സ്പോൺസർഷിപ്പിലൂടെയും അതുപോലെ തന്നെ സാധന സാമഗ്രികളുടെ സ്പോൺസർഷിപ്പിലൂടെയും മറ്റും ഗവൺമെൻറ് ബാക്കി തുക കണ്ടെത്തും. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ 30-20 ലക്ഷത്തിലേക്ക് കുറച്ച് എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി പാടില്ല. എന്തായാലും വളരെ മനോഹരമായ ഒരു കാഴ്ച കണ്ടത് ഇന്ന് പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി സർക്കാരിൻ്റെ ഈ ശിലാപാളി ഇടുന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടുള്ള ഐക്യവും പൂർണ്ണമായിട്ടുള്ള പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ നവാസിലേക്ക് പോകുന്നു. പി കെ നവാസ്, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സമയം അല്പം വൈകിയെങ്കിലും ചെറിയ വീഴ്ചകളെയൊന്നും പർവ്വതീകരിക്കാതിരിക്കാൻ പരമാവധി പ്രതിപക്ഷം ശ്രമിച്ചുവെന്നാണ്. പൂർണ്ണമായിട്ടും ഐക്യത്തോടുകൂടി നമുക്ക് ഈ പുനരധിവാസം പൂർത്തിയാക്കാമെന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രതിപക്ഷവും സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ്. ഈ ഘട്ടത്തിൽ കേന്ദ്രത്തെക്കുറിച്ച് പ്രതിപക്ഷത്തിനും വിമർശനമുണ്ട്. പ്രതിപക്ഷ നേതാവ് ആ വിമർശനം ഉന്നയിച്ചു. അപ്പോഴാണ് BJPയുടെ പ്രതികരണം വരുന്നത്. ഇത് കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിയാണ് ഇന്നിപ്പോൾ ഈ ടൗൺഷിപ്പിൻ്റെ ശിലാകർമ്മം നിർവഹിച്ചപ്പോൾ മുഖ്യമന്ത്രി നിർവഹിച്ചത് എന്നാണ്. നിങ്ങളങ്ങനെ കരുതുന്നുണ്ടോ പി കെ നവാസ്? ശ്രീ അരുൺകുമാർ, ഞാൻ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പറഞ്ഞ വാചകമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു നിലപാടായി നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചത്. ഇത് ഇന്നത്തെ ഒരു സായാഹ്നത്തിൽ മാത്രമല്ലല്ലോ. ഈ ദുരന്തം ഉണ്ടായ മൊമെൻ്റ് മുതൽ ഈ നിമിഷം വരെ ഐക്യ ജനാധിപത്യ മുന്നണി എടുത്ത സ്റ്റാൻഡ് അതാണ്. ഞങ്ങൾ ആ ജനതയോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. സർക്കാരിനോട് കൈകോർത്ത് നിന്നുകൊണ്ടാണ് അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങളിലൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണി ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് ടൗൺഷിപ്പിന് തറക്കല്ലിടുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തറക്കല്ലിടുമ്പോൾ ഒട്ടനവധി ചോദ്യങ്ങൾ, ഗൗരവകരമായ ചോദ്യങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. ആ ചോദ്യങ്ങൾ ഉയർത്തുക എന്നതിനപ്പുറം അതിന് ഉത്തരം കാണാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം ചേർന്ന് നിന്ന് UDF സംവിധാനം പൂർണ്ണമായി ഭരണകക്ഷിയോടൊപ്പം ചേർന്ന് നിന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് ഈ പറയുന്ന ക്രൈസിസിനെ മറികടക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയമായ ഒരു ദൗത്യമാണ് ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചത്. നിങ്ങൾക്കറിയാം, മുസ്ലിം ലീഗ് പാർട്ടി പോലും ഞങ്ങളുടെ 105 വീടുകളുടെ പ്രപ്പോസൽ തയ്യാറായ ശേഷം 3ലധികം തവണ മുഖ്യമന്ത്രിയെ പോയി കണ്ട് നിങ്ങളുടെ പ്രപ്പോസൽ പറ, ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് അവസാനം 2 കാരണങ്ങളാൽ, ഒന്ന് ഭൂമി ഏറ്റെടുക്കൽ അനന്തമായി വൈകി പോകുന്നതിനാലും മറ്റൊന്ന് 3000 രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് വില കണക്കാക്കിക്കൊണ്ടാണ് ഇവർ ഇത് നിർമ്മിക്കാൻ പോകുന്നത് എന്ന കാരണത്താൽ ഈ 2 വിയോജിപ്പുകളാലാണ് ഞങ്ങൾ മാറി നിന്നുകൊണ്ട് വേറെ തന്നെയായി ഈ ടൗൺഷിപ്പിൻ്റെ ഭാഗമല്ലാതെ തന്നെ 105 വീടുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. എന്ന് വെച്ചാൽ ആദ്യാവസാനം വരെ സർക്കാരിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് കേരളത്തിലെ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രശാന്ത് മലവേൽ ഉൾപ്പെടെ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ ഈ പറയുന്ന എസ്റ്റേറ്റ് ഉടമകൾക്ക് കൊടുക്കാനുള്ള പണം ഇത്ര കൊടുത്താൽ മതിയോ എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ 1 രൂപയുടെ സംഭാവന ഈ കേരളത്തിൻ്റെ ഈ പറയുന്ന ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടി നമ്മൾ ശേഖരിച്ച 750 കോടിക്കടുത്ത് വരുന്ന തുകയിൽ BJPക്ക് പറയാനില്ല. നിങ്ങളൊരു പക്ഷേ കേരളത്തിലെ സാധാരണ പ്രവർത്തകരുണ്ടാകാം. ഒരു ഭരണകൂടം എന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് നമ്മളോട് ഒരു തരത്തിലുള്ള നീതിയും കാണിച്ചില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ഇതൊരു അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോലും സമരം ചെയ്യേണ്ടി വന്ന ഹതഭാഗ്യരാണ് മലയാളികൾ എന്ന് പറയുന്നവർ, നമ്മുടെ കേരളത്തിലെ സഹപ്രവർത്തകർ എന്ന് പറയുന്നവർ. ഇതൊരു അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ സെൻട്രൽ ഗവൺമെൻറ് മുമ്പിലേക്ക് സമരവുമായി അല്ലെങ്കിൽ മുദ്രാവാക്യവുമായി അല്ലെങ്കിൽ അത് ചെയ്തു തരണമെന്ന അപേക്ഷയുമായി പോകേണ്ടി വന്ന ഗതികേട് കേരളത്തിലുണ്ടായി. ഞാൻ വളരെ സ്നേഹത്തോടു കൂടി പ്രശാന്ത് മലവിലോട് പറയുന്നത്, ദയവ് ചെയ്ത് ഇത്തരം ചർച്ചകളിൽ ഒരു അപഹാസ്യ കഥാപാത്രങ്ങളായി നിങ്ങൾ വന്ന് ഇരിക്കരുത്. ഇവിടെ നിങ്ങൾക്ക് സ്ഥാനമില്ല.
ഇന്ന് കേരളത്തിൻ്റെ സമൂഹത്തിന് മുൻപിൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രിയങ്ക ഗാന്ധിയും പ്രതിപക്ഷ ഉപനേതാവും ഒക്കെ ഒരുമിച്ച് കേരളീയ സമൂഹത്തിന് വേണ്ടി നമ്മൾ അതിജീവനത്തിൻ്റെ ഒരു കഥ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതിന് രണ്ടാമത്തെ മൈൽ സ്റ്റോണിൻ്റെ കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ അതിനോടൊന്ന് ചേർന്ന് നിൽക്കാൻ കാണിക്കാത്ത ഒരർത്ഥത്തിലും അതിനോട് നീതി കാണിക്കാത്തൊരു വിഭാഗം എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് ആണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. അത് 1000 തവണ ഉറക്കെ പറയാൻ ഞങ്ങൾ തയ്യാറാണ്. ഒന്നാമതായി. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രദേശവാസി സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇപ്പോഴും നിരാശ ബാധിച്ചു നിൽക്കുന്ന ഒരു പറ്റം ആളുകൾ അവിടെ ഉണ്ട്. പ്രതീക്ഷയുള്ളവരുണ്ട്. 440, 450 താഴെ വരുന്ന ആളുകൾ ഇന്നത്തെ ഈ തറക്കല്ലിടൽ കർമ്മത്തിൽ പ്രതീക്ഷയിലാണ്. ഞങ്ങളൊക്കെ അതിനോടൊപ്പമാണ്. പക്ഷേ നിരാശ ബാധിക്കുന്ന ഒരു പറ്റം ആളുകൾ അപ്പുറത്തുണ്ട്. അവരെക്കുറിച്ചുള്ള കൺസേണിനെ കുറിച്ച് ശ്രീ റഫീഖ് ഇവിടെ പറയണം. എന്താണ് അവരെക്കുറിച്ച് ഈ ഗവൺമെൻറ്റിൻ്റെ കൺസേൺ എന്താണ് എന്നത് പറയണ്ടേ? ഈ 8 മാസക്കാലം ഇത് ദീർഘിച്ചു പോയതിൽ നമ്മൾ ഇതിനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ 8 മാസത്തെ ഒരു കാലതാമസം നമുക്കുണ്ടാകാൻ പാടുണ്ടായിരുന്നോ? 1 രൂപ പോലും തരാത്ത സെൻട്രൽ ഗവൺമെൻറ്റിനെ നമ്മൾ മാറ്റി നിർത്താം. നമ്മൾ സ്വന്തമായി സമാഹരിച്ച 740 കോടിയിലധികം രൂപയില്ലേ? ആ 740 കോടി രൂപ ഈ പറയുന്ന 400-ൽ പരം വരുന്ന കുടുംബങ്ങൾക്ക് വീതിച്ചു നൽകിയാൽ ശരാശരി 1.5 കോടി രൂപയുണ്ടാവും. എങ്ങനെയാണ് നമുക്ക് ഒറ്റയ്ക്ക് അതിജയിക്കാൻ എല്ലാ അർത്ഥത്തിലും സാധ്യമായി നിൽക്കുമ്പോൾ നമ്മൾ എന്തിനാണ് 8 മാസക്കാലം വൈകിയത്? അത് നമ്മളെ കയ്യിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വീഴ്ച ഇനി ഉണ്ടാകാൻ പാടില്ല. അത് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ജാഗ്രത ഉണ്ടാകണം എന്ന് പ്രതിപക്ഷം ഇതിൽ ഞങ്ങൾക്ക് പറയാനുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി തറക്കല്ലിടുമ്പോൾ നമ്മൾ അറിയേണ്ടത് ഇതേ പഞ്ചായത്തിനകത്ത് ഈ പിന്നെ മേപ്പാടി പഞ്ചായത്തിനകത്ത് 1-2 വാർഡുകളിൽ 200ഓളം വീടുകളുടെ പണി ഒന്നെങ്കിൽ പൂർത്തീകരണത്തിലേക്കോ പണി ആരംഭിക്കുകയോ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിയും പ്രയാസങ്ങളും ആ പ്രദേശങ്ങളിൽ ഇല്ല. നമുക്കിത് വളരെ നേരത്തെ തന്നെ പൂർത്തീകരിച്ച് പോകാവുന്നതാണ്. പക്ഷെ നമ്മൾ 8 മാസം വൈകിയിരിക്കുന്നു. വൈകി എത്തുന്ന നീതിയും ഒരു അനീതിയാണ്. ഇവിടെ ഒരു അനീതി സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആദ്യ ഭാഗത്തിൽ മലവേലാണ് മറുപടി പറയേണ്ടത്. റഫീഖ്, വൈകിയെത്തിയ നീതി അനീതിയാണ് എന്നാണ്. ഇപ്പോൾ നമ്മൾ തറക്കല്ലിടുന്നതേ ഉള്ളൂ. പക്ഷേ തറക്കല്ലിടുന്നതിന് മുൻപ് തന്നെ വീടിൻ്റെ പണി ഏകദേശം പൂർത്തിയാക്കിയ 150ഓളം വീടുകൾ പല വാർഡുകളിലായിട്ടുമുണ്ട്. അത് സന്നദ്ധ സംഘടനകൾ, വിവിധ പാർട്ടിയിൽപ്പെട്ടവർ, ഇപ്പോൾ ലീഗ് തറക്കല്ലിടാൻ പോകുന്നു. വലിയ രീതിയിൽ 105 വീടുകൾ ഉയരാൻ പോകുന്നു. വളരെ വേഗം 1-2 മാസത്തിനുള്ളിൽ ഈ വീടുകളെല്ലാം പണി പൂർത്തിയാവുകയും ചെയ്യും. അപ്പോഴും നമ്മൾ ഡിസംബർ വരെ കാത്തിരിക്കണം ദുരന്ത ബാധിതർക്ക്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്കൊരു മെല്ലെപ്പോക്കുണ്ടായോ? ഒരു വീഴ്ച സംഭവിച്ചോ? വൈകിയെത്തിയ നീതി അനീതിയായി മാറുന്നുണ്ടോ റഫീഖ്? അല്ല, ഒരു തരത്തിലും ഒരു വൈകല്യം ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടില്ല. ഇവിടെ നമ്മൾ കാണേണ്ടത് വയനാട്ടിൽ നിന്നാണല്ലോ ഞങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്ന വയനാട് ജില്ലയിൽ നിന്ന്. വയനാടിൻ്റെ ഒരു ഭൂമിയുടെ ഒരു സ്ഥിതി എന്താണ് നമുക്കറിയാലോ. ഒന്ന്, ദുരന്തബാധിത സാധ്യതയുള്ള പ്രദേശങ്ങളെ സംബന്ധിച്ച് പഠിക്കണം. ദുരന്തബാധിത സാധ്യത പഠിക്കണം. ഒന്ന്. രണ്ടാമത്, ചില വീടുകൾ, ഇപ്പോൾ കുറച്ച് വീടുകൾ വെച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. കുറച്ച് വീടുകളാണെങ്കിൽ നമുക്ക് വയനാട്ടിൽ പല പ്രദേശങ്ങളുണ്ട്. പക്ഷെ ഇത് ഒന്നിച്ചൊരു പ്രദേശത്ത് 100, 200, 300, 400 വീടൊക്കെ നിർമ്മിക്കുമ്പോൾ അതിന് പറ്റിയ സ്ഥലം, ഒരുമിച്ചുള്ള സ്ഥലം കണ്ടെത്തണം. അതിന് ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള ഭൂമികൾ മാത്രമേ ഉള്ളൂ വയനാട് ജില്ലയിൽ. സ്വാഭാവികമായിട്ടും അല്ലാതെ ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തികളോ അല്ലെങ്കിൽ സംഘടനകളോ വാങ്ങുന്നത് പോലെ ഗവൺമെൻറ് വാങ്ങാൻ വേണ്ടി പറ്റില്ല. സ്വാഭാവികമായിട്ടും വാങ്ങാൻ വേണ്ടി കഴിയുക അതിൻ്റെ നിയമവശങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ്. ഇത്രയേറെ ഭൂമി വേണം താനും. വയനാട്ടിലൊരു ഭൂമി ലഭ്യത എന്ന് പറയുന്നത് തോട്ടം ഭൂമികൾ ഉൾപ്പെടെയാണല്ലോ കൂടുതലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഭൂമികൾ മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ. ഒരു പഠനം നടത്തി 25ഓളം ഭൂമികൾ കണ്ടെത്തി അതിൽ 9 വീടുകൾ 9 പ്രദേശങ്ങൾ ഫൈനലായി കണ്ടെത്തി. അതിനുശേഷമാണ് ഈ 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് മുന്നോട്ട് പോയത്. ഒക്ടോബർ 4-ാം തീയതിയാണ് ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള ഉത്തരവിറങ്ങിയത്. ആ ഘട്ടത്തിലാണ് ഉടമകൾ ഒക്ടോബർ 20 മാസങ്ങൾക്ക് മുമ്പാണ് നിയമക്കുരുക്കിൽ കിടക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നം പോലും പരിഹരിക്കാതെ കിടക്കുന്ന എസ്റ്റേറ്റ് തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ അത് നിയമക്കുരുക്കിലേക്ക് പോകുമായിരുന്നില്ലേ? ചുരുങ്ങിയത് ഒക്ടോബറിൽ അങ്ങനെ അല്ലാത്തൊരു ഭൂമി കണ്ടെത്തിയിരുന്നുവെങ്കിൽ ഒക്ടോബർ നവംബർ മാസത്തിൽ നമുക്ക് തറക്കല്ലിടാം, ഡിസംബർ മാസത്തിൽ പണി തുടങ്ങാം. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത സമയം വീടിന് താക്കോല് കൈമാറാം. അങ്ങനെയല്ല, അല്ലല്ല, അങ്ങനെയല്ല താങ്കൾ പറയുന്ന പോലെ. അതാ ഞാൻ പറഞ്ഞത്, വയനാട് ജില്ലയിലെ ഏത് ഭൂമിയിൽ പറ്റുന്ന താങ്കൾ പറയും. ഈ വയനാട് ജില്ലയിൽ തോട്ടം ഭൂമിയായാൽ ഏത് തോട്ടം ഭൂമിയിലും നിയമപരമായ പ്രശ്നങ്ങളെ അതിൻ്റെ ഉടമകൾ സമീപിക്കും. അവർക്ക് പണം കിട്ടാൻ വേണ്ടി BJP പ്രതിനിധി ഇവിടെ അവർക്ക് പണം കൊടുക്കാത്തതിലാണല്ലോ വിലപിച്ചത്. കുറച്ചുകൂടെ കൂടുതൽ കിട്ടണമെന്ന രൂപത്തിലാണ് വിലപിച്ചത്. അതുപോലെ മാനേജ്മെൻറ്റുകൾ പണത്തിന് വേണ്ടി പോകും. സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, ഏത് തോട്ടം ഭൂമിയായാലും
ഇത്രയേറെ ഭൂമി കിട്ടണമെങ്കിൽ തോട്ടം ഭൂമികൾ തന്നെ നമുക്ക് സമീപിക്കണം. മറ്റേത് ഭൂമി നമുക്ക് കിട്ടും? വയനാട്ടിൽ തന്നെ വേണ്ടേ? അതുപോലെ വയനാട്ടിൽ അടുത്ത പ്രദേശങ്ങളിൽ സമയം കുറച്ച് സംസാരിക്കണം എല്ലാവരും. ഞാനൊന്ന് ഇതിനുള്ള മറുപടി ഇതിലെടുത്തൊരു അതിനിടയിലാണ് റഫീഖിലേക്ക് നമ്മൾ പോയത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, ഒരു നിമിഷം, 30 സെക്കൻഡ് കൂടെ റഫീഖിന്. അരുൺ, ഞാൻ പറഞ്ഞോട്ടെ. അതെ, അതാ ഞാൻ പറഞ്ഞു വന്ന കാര്യം അതാണ്. അങ്ങനെയുള്ള ഒരു ഇതിൽ നമ്മൾ ഒക്ടോബർ 4 നമ്മൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ആ ഘട്ടത്തിലാണ് ഇവർ മാനേജ്മെൻറ്റ് കോടതിയെ സമീപിക്കുന്നത്. ഡിസംബർ 27 വരെ നീണ്ടു. പിന്നീട് വളരെ പെട്ടെന്നല്ലേ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. ആ നിലയിൽ നമ്മളതിനെ കാണണം. ഇവിടെ ഒരു വിഷയം, പ്രതിപക്ഷം വളരെ നല്ല നിലപാട് ഈ കാര്യത്തിൽ ഇന്നത്തെ ദിവസം സ്വീകരിച്ചു. അതിൽ ഞങ്ങൾ വളരെ പോസിറ്റീവായി കാണുന്നു. പക്ഷേ പ്രതിപക്ഷവും ഇപ്പം ക്രിയാത്മകമായി സ്വയം വിമർശനപരമായി പരിശോധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കൂ, തീവ്ര സ്വഭാവമുള്ള ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ MP-മാർക്ക്, രാജ്യത്ത് എവിടെയുള്ള MP-മാർക്കും 1 കോടി രൂപ വരെ മാറ്റിവെക്കാം. എത്ര MP-മാരാണ് UDF-ന്റെ MP-മാർ കേരളത്തിൽ ഇതിനുവേണ്ടി മാറ്റിവെച്ചത്? ഇവിടെ വയനാട് ജില്ലയുടെ MP ഉണ്ടല്ലോ, അവർ പോലും ഒരു നയാ പൈസ അവരുടെ ഫണ്ടിൽ നിന്ന് മാറ്റിവെക്കാൻ തയ്യാറായിട്ടില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള സമീപനം സ്വീകരിക്കുന്നതിൽ നിന്ന് പ്രതിപക്ഷം പിന്തിരിയണം. പ്രതിപക്ഷം ഇതിനെ ഈ ആളുകളെ ആശങ്കയിലാക്കുന്ന നിലയിലുള്ള വർത്തമാനങ്ങൾ അതിനോട് ചേർത്ത് മറുപടി വേണം. ഒപ്പം ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറാണ്. അതായത് മൊത്തം MP-മാരുടെ കണക്കെടുത്താൽ ഇത് L3 കാറ്റഗറിയിൽ പെട്ടതായതുകൊണ്ട് ഇന്ത്യ രാജ്യത്തുള്ള ഏത് MP-മാർക്കും സംഭാവന നൽകാമെന്നിരിക്കെ 2 UDF MP-മാർ മാത്രമാണ് സംഭാവന നൽകിയത് എന്നുള്ളത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചും തെല്ല് ജാള്യതയുണ്ടാക്കുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം. പോകുന്നു പി കെ നവാസ് റഫീഖ് ചോദിച്ച അവസാനത്തെ ചോദ്യത്തിനുള്ള മറുപടി കൂടി. 2 കാര്യങ്ങളാണ്. ഒന്ന്, വയനാട്ടിൽ ഏത് ഭൂമി ഇത്തരം വലിയൊരു കമ്മ്യൂണിറ്റി ടൗൺഷിപ്പിന് വേണ്ടി എടുത്താലും ആ സ്ഥലത്തിന് 2 പ്രധാനപ്പെട്ട കടമ്പകൾ കടക്കണം. ഒന്ന്, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉരുൾപൊട്ടൽ ദുരന്ത ഭീഷണി ഇല്ലാത്ത പ്രദേശമാവണം. രണ്ടാമത്തത്, അത് നിയമക്കുരുക്കിൽ പെടാത്ത സ്ഥലമാവണം. അങ്ങനൊരു സ്ഥലം കണ്ടുകിട്ടില്ല, നിയമക്കുരുക്കിലൂടെ പോവേണ്ടി വരും, സ്വാഭാവികമായ കാലതാമസം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, 10 MP-മാരാണ് ഇതുവരെ ആകെ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 2 പേർ മാത്രമാണ് UDF-ൽ നിന്നുള്ളത്. അതിലൊരാൾ കോൺഗ്രസിൽ നിന്നുള്ള ഷാഫി പറമ്പിൽ 25 ലക്ഷം, മറ്റൊന്ന് RSP നേതാവ് പ്രേമചന്ദ്രൻ. മുസ്ലിം ലീഗിൽ നിന്ന് ഒരു MP പോലും അവിടെ നേരിട്ട് പണം ഈ രീതിയിൽ MP-മാരുടെ ഫണ്ട് എന്ന നിലയിൽ കൈമാറിയിട്ടില്ല. പ്രിയങ്ക ഗാന്ധി പോലും കൈമാറിയിട്ടില്ലല്ലോ എന്നാണ് CPM-ന്റെ വിമർശനം. മറുപടി പി കെ നവാസ്. ശ്രീ അരുൺകുമാർ, ആദ്യമായി ഈ ചർച്ചയെ അവസാനത്തിലേക്ക് പോവുകയാണ്. 2 മിനിറ്റ് സമയമാണ് ഇതുവരെ എനിക്ക് ലഭ്യമായത്. ആവശ്യമായ സമയം തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. 2, ശ്രീ റഫീഖിൻ്റെ പരാമർശം ഏറെ കഷ്ടമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതൊക്കെ കേരളം മുമ്പേ ചർച്ച ചെയ്താണല്ലോ. കോൺഗ്രസിൻ്റെ മുഴുവൻ MP-മാർ 100 വീട് നിർമ്മിക്കുന്നതിലേക്ക് വേണ്ടി അവർ കൊടുക്കാമെന്ന്, അവരുടെ ശമ്പളം കൊടുക്കാമെന്ന് നേരത്തെ തീരുമാനിച്ചതാണ്. ബാക്കി കാര്യങ്ങൾ വരും വഴിക്ക് അവർ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ കോൺഗ്രസ് ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന രീതിയിൽ 100 വീട് പ്രഖ്യാപിച്ചു. ഞങ്ങൾ 100 വീട് പ്രഖ്യാപിച്ച പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അങ്ങനെ എല്ലാവരും കൂടി ഒരു പ്രവർത്തനം നടത്തി പോകുമ്പോൾ അതിനെ ഇങ്ങനെ ഒരു തുരങ്കം വെക്കുന്ന രൂപത്തിലേക്ക് ചർച്ച കൊണ്ടുപോകുന്ന രീതി ശരിയല്ല. 1. 2, ഇന്ന് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് ടൗൺഷിപ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. 25 കോടി 64 ലക്ഷം രൂപയാണ് ആകെ ഇതുവരെ ഞങ്ങൾ ഇവർക്ക് വേണ്ടി ചെലവഴിച്ചത്. മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ്. ഈ 25 കോടി 64 ലക്ഷം രൂപ ചെലവഴിച്ചത് എന്തിനൊക്കെയാണ്? വാടക ഇനത്തിൽ കൊടുത്തതാണ്, മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിൻ്റെ ചെലവാണ്, ഇവരുടെ ക്യാമ്പുകളിൽ ചെലവാക്കിയ പണമാണ്, മരണപ്പെട്ടുപോയ കുടുംബാംഗങ്ങൾക്ക് കൊടുത്ത തുകയാണ്. ഞാൻ ചോദിക്കുന്ന 740 കോടി രൂപയുണ്ടല്ലോ ശ്രീ റഫീഖ്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വയനാട്ടുകാരായ ആളുകൾ ഭക്ഷണം കഴിക്കാൻ ഒരു കൂപ്പൺ അല്ലേ നിങ്ങളെ ഗവൺമെൻറ് കൊടുത്തത്? 8 മാസമായി സപ്ലൈകോയിൽ നിന്ന് ഒരു കൂപ്പൺ കൊടുത്ത് ബാക്കി 8 മാസക്കാലം ഇവരെങ്ങനെ ഭക്ഷിക്കുമെന്നതിനെക്കുറിച്ച് ഈ ഗവൺമെൻറ് ആലോചിച്ചോ? 740 കോടി രൂപ ജനങ്ങൾ കൊടുത്ത പണം സർക്കാരിൻ്റെ ഖജനാവിലിരിക്കുമ്പോൾ, സർക്കാരിൻ്റെ ട്രഷറിലിരിക്കുമ്പോൾ ആലോചിക്കേണ്ടിയിരുന്നില്ലേ? എന്നിട്ട് അത് ആലോചിക്കാതെ ഇത്തരം വിമർശനം ഉന്നയിക്കാണോ? 300 രൂപ ഡെയിലി വേജസ് കൊടുക്കുന്ന 3 മാസം കൊടുത്ത് ബാക്കി 5 മാസം ഇവരെങ്ങനെ ജീവിച്ചു എന്നതിനെക്കുറിച്ച് ഈ ഗവൺമെൻറ് കൺസേൺ ഉണ്ടാകണ്ടേ? മരുന്നുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വയനാട്ടുകാരനാണല്ലോ, നിങ്ങൾക്കറിയാലോ ആരാ മരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ചത്, ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ചത്? വയനാട്ടിലുള്ള വിംസും കോഴിക്കോടുള്ള ഇക്ര ഹോസ്പിറ്റലും ആയിരുന്നില്ലേ? എന്താ ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നത്? എനിക്കറിയാം, തമിഴ്നാട്ടിലുള്ള ഒരു പ്രാദേശികമായ രാഷ്ട്രീയ പാർട്ടി അവർ 40,000 രൂപ വെച്ച് ഗവൺമെൻറ് കണ്ടെത്തിയ 52 രോഗികൾക്ക് കൊടുത്തു. 1 രൂപ കൊടുക്കാൻ ഈ ഗവൺമെൻറ് സാധ്യമായോ? 740 കോടി രൂപ ഖജനാവിൽ അടയിരുന്നിട്ടല്ലേ ഇതൊക്കെ ചെയ്തത്? ചികിത്സയ്ക്ക് വേണ്ടി ഗുരുതരമായ പരിക്ക് പറ്റി 116 പേർ ചികിത്സ എടുക്കുമ്പോൾ അതിൽ 42 പേർക്ക് തുടർ ചികിത്സ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് ആ പണം അനുവദിക്കാൻ UDF-ന്റെ MLA-മാർ സമരം ചെയ്യേണ്ടി വന്നില്ലേ? എന്നിട്ട് 42 പേരുടെ തുടർ ചികിത്സക്ക്, പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെയുള്ള ചികിത്സക്ക് എല്ലാവർക്കും കൂടി ഗവൺമെൻറ് മാറ്റിവെച്ചത് 5 ലക്ഷം രൂപയല്ലേ? ഗവൺമെൻറ്റിന്റെ ഖജനാവിൽ നിന്ന് പോലും അല്ലല്ലോ ഈ പണം കൊടുക്കുന്നത്. ജനങ്ങൾ പിരിച്ചു തന്ന പണത്തിൽ നിന്നല്ലേ നിങ്ങളിത്
ജോലി കൊടുക്കുന്നത്, അവിടെ നിങ്ങൾ പിഷ്കൊത്തരം കാണിച്ച് അവിടെ ആ പണത്തെ ചെലവഴിക്കുന്നതിൽ മടി കാണിച്ചിരിക്കുന്ന നിങ്ങൾ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏകദേശം 10-60ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്തിൽ MBBS പഠിക്കുന്ന കുട്ടികളുണ്ട്, MBA പഠിക്കുന്ന കുട്ടികളുണ്ട്, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികളുണ്ട്. ₹1 ഈ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. ശ്രീ അരുൺകുമാർ, നമ്മൾ അറിയണ്ടേ, 740 കോടി രൂപ ജനങ്ങൾ കൊടുത്ത പണത്തിൽ നിന്ന് ₹1 കൊടുക്കാതെ 8 മാസക്കാലം ഇവർ എന്തെടുക്കായിരുന്നു? അവസാനം മലബാർ ഗോൾഡാണ് ആ വിദ്യാർത്ഥികളുടെ പഠനം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. സർക്കാർ ജോലി കൊടുക്കുന്ന കാര്യം പറഞ്ഞു. 14 സർക്കാർ ജോലി കൊടുക്കാൻ ഗവൺമെന്റ് പറഞ്ഞ നോംസ് പ്രകാരമുള്ള 14 പേരുണ്ട്. ഒരു കുടുംബത്തിലെ 11 പേര് മരണപ്പെട്ടു പോയ അവശേഷിക്കുന്ന നൗഫലുണ്ട്. ഒരാൾക്കല്ലേ കൊടുത്തത്? അതിന് വല്ല PR വർക്ക് നടത്തി കേരളം മുഴുവൻ കൊണ്ട് നടന്നില്ലേ? ബാക്കി 14 പേരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കൺസേൺ ഈ ഗവൺമെന്റ് എടുത്തില്ലല്ലോ. അവസാനം ലോണുമായി ബന്ധപ്പെട്ട് BJP ഗവൺമെന്റ് ചെയ്തൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ഇന്ന് രാവിലെ അരുൺകുമാർ വാർത്ത വായിക്കുമ്പോൾ കേരളത്തിന്റെ റവന്യൂ മന്ത്രി പറഞ്ഞ എന്താണ്? 180 ചില്ലാനും കുടുംബങ്ങളിലായി 30 കോടി രൂപയുടെ ലോണാണ് ഉള്ളത്. നിലവിൽ മൊറട്ടോറിയമാണ്. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അടയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് എന്നാണ്. അത് ആലോചിക്കുന്നുള്ളൂ. 8 മാസം കഴിഞ്ഞ് ഗവൺമെന്റ് ആലോചിക്കുന്നുള്ളൂ. BJP ഗവൺമെന്റ് നമുക്ക് വിടാം, സെൻട്രൽ ഗവൺമെന്റ് പോട്ടെ, അവരിതിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ആളുകളാണ്. 740 കോടി രൂപ കയ്യിൽ വെച്ചിട്ട് 30 കോടിയുടെ ലോൺ അടയ്ക്കാൻ കഴിയാതെ ഈ ജനങ്ങളെ മുൻപിലേക്ക് ഈ പറയുന്ന മൊറട്ടോറിയം കഴിഞ്ഞ ആളുകൾ രണ്ടാമത് ബാങ്കുകാർ പ്രയാസപ്പെടുത്താൻ വേണ്ടി വരുമ്പോൾ അത് ചെലവാക്കാൻ മടിച്ചു നിൽക്കുന്ന ഈ ഗവൺമെന്റ് എന്ത് മര്യാദയാണ് വയനാട്ടുകാരോട് കാണിച്ചത് എന്ന് പറയുന്നത്. എന്തിനേറെ, കുടുംബശ്രീയുടെ മൈക്രോ ഫാമിലി പ്രൊജക്റ്റിലേക്ക് 6.5 കോടി രൂപയെ ചോദിച്ചുള്ളൂ. ഈ കുടുംബങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ, അവരുടെ വീടിനകത്ത് തൊട്ടടുത്ത് ഷോപ്പുകൾ തുടങ്ങാൻ, ചെറിയ പദ്ധതികൾ തുടങ്ങി ഒരു കുടുംബത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള കുടുംബശ്രീയുടെ മൈക്രോ ഫാമിലി പ്രൊജക്റ്റിലേക്ക് 6.5 കോടിയുടെ പ്രോജക്റ്റ് കൊടുത്തിട്ട് ₹1 കൊടുക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. അപ്പൊ അത്തരത്തിൽ ഇത്രയും കാലത്തിനിടയിൽ ഈ ജനങ്ങളോട് ഒരു നീതി കാണിക്കാത്ത ഒരു സർക്കാർ, ഞങ്ങളത് പറയാതിരിക്കുന്നത് ഒരു മര്യാദയുടെ ഭാഗമായിട്ടാണ്. റഫീഖ് പറയാണ് പ്രതിപക്ഷത്തിന്റെ ആളുകൾ സഹകരിച്ചില്ല എന്ന്. എന്ത് വാദം നിങ്ങൾ ഉന്നയിക്കുന്നത്? ഇത്തരം നിരന്തരമായി കഴിഞ്ഞ 8 മാസക്കാലം ഒരു ജനതയോട് അനീതി കാണിച്ചവരാണ് നിങ്ങൾ ഇത്രയും കാലമായിട്ട് ചെയ്തൊരു കാര്യം എന്താണ്? ഗുണഭോക്തൃ ലിസ്റ്റ് പൂർത്തീകരിച്ചു, അതാണ് നിങ്ങൾ ചെയ്തൊരു കാര്യം. ആ ലിസ്റ്റിനെ കുറിച്ച് തന്നെ എന്താ വയനാട്ടുകാരുടെ അഭിപ്രായം? നോക്കൂ, നിങ്ങൾ 900 കുടുംബങ്ങളെയാണ്, അരുൺകുമാർ, 900-ൽ പര കുടുംബങ്ങളെയാണ് നമ്മൾ മാറ്റി പാർപ്പിച്ചത്. അതിൽ 722 കുടുംബങ്ങളോട് പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോകരുത്, വാടകപ്പുരയിൽ താമസിക്കണമെന്ന്. ആ മുഴുവൻ ആളുകൾക്കും കൃത്യമായി വാടക കൊടുക്കാൻ ഈ ഗവൺമെന്റ് സാധ്യമായിട്ടില്ല. അതിൽ 440 കുടുംബങ്ങളെയാണ് നിലവിൽ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ വളരെ അത്ഭുതപ്പെടുന്ന ഒരു കണക്ക്, ദുരന്ത ഭൂമിയിൽ നിന്ന് അതിനേക്കാൾ ദുരന്തമായ 2 വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണം. ഒന്നെന്താണെന്നറിയോ? ഒന്ന്, നമുക്കറിയാം ബെയിലി പാലത്തിന് അപ്പുറത്ത് താമസിക്കാൻ പാടില്ല, ഗവൺമെന്റ് നിലവിൽ പറഞ്ഞതാണ്. കൃഷിക്ക് പോകുന്നവർ തന്നെ 3 മണിക്ക് മുൻപായി തിരിച്ചു വരണം എന്നാണല്ലോ പറയുന്നത്. എന്നാൽ ബെയിലി പാലത്തിന് അപ്പുറത്തുള്ള ആളുകൾ ഗുണഭോക്തൃ ലിസ്റ്റിലില്ല. ഇതെന്ത് വിചിത്രമായ വാദമാണ്, ഇതെന്ത് വിചിത്രമായ ലിസ്റ്റാണ്. നോക്കൂ, നിങ്ങൾ ഈ ബെയിലി പാലത്തിന് അപ്പുറത്ത് താമസിക്കാൻ പാടില്ല എന്ന് സർക്കാർ പറയാണ്. നിങ്ങൾ തിരിച്ചു വരണമെന്ന് പറയാം. പൂർത്തീകരിക്കാൻ അനുവദിക്കണം. ഒരു മിനിറ്റ് പൂർത്തീകരിക്കാൻ അനുവദിക്കണം. ഒന്നുകൂടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. രണ്ടാമത്തെ കാര്യം, മുണ്ടക്കൈയിലെ വാർഡ് 11, ഞാൻ പറയട്ടെ, മുണ്ടക്കൈ വാർഡ് 11, ഞാൻ അവരുമായി സംസാരിച്ചു. സിറാജ് എന്ന് പറയുന്ന ഒരു കുടുംബനാഥൻ, അദ്ദേഹം മരണപ്പെട്ടു പോയി, അദ്ദേഹത്തിന്റെ കുടുംബം ഈ ലിസ്റ്റിലുണ്ട്. എന്നാൽ തൊട്ട് അതേ പാടിയിൽ താമസിച്ച റഷീദിന്റെ കുടുംബം ഈ ലിസ്റ്റിലില്ല. ഇതെന്താ സംഭവിക്കുന്നത്? ഒരേ പാടിയിൽ താമസിച്ച 2 കുടുംബം, ഒരാളുടെ കുടുംബനാഥൻ മരണപ്പെട്ടു പോയി, ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് എന്നത് ഇവരെ അത്തരം ലിസ്റ്റിൽ ഉൾപ്പെടുത്താതിരിക്കാനുള്ള കാരണമാണോ? എന്ത് ലിസ്റ്റാണ് ഇവർ ഉണ്ടാക്കുന്നത് മനസ്സിലാകുന്നില്ല. നോക്കൂ, ഈ 9 പാടികൾ തകർന്നു പോയിട്ടുള്ള അട്ടമല ഭാഗത്ത് 7 പാടി ലിസ്റ്റിലില്ല, 2 പാടി ആളുകൾ ഒരുമിച്ച് പോകാമെന്ന് പറയുമ്പോൾ ഞങ്ങൾ സൈലന്റ് ആവാമെന്നല്ല, ക്രിയാത്മകമായി മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ശരി, ഒരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. റഫീഖിന് മറുപടി പറയാനുണ്ട്, പ്രശാന്തിന് മറുപടി പറയാനുണ്ട്, യൂനിസിന് മറുപടി പറയാനുണ്ട്. ഓരോ മിനിറ്റ് വീതം. ഞാനൊന്ന് പ്രശാന്ത് മലവയലിലേക്ക് പോകുന്നു. പ്രശാന്ത് മലവയൽ, UDF-ന്റെയും LDF-ന്റെയും വിമർശനം കേട്ടു. പ്രശാന്ത് മലവയൽ, നിങ്ങൾക്ക് ഒരു തരത്തിലും പങ്കാളിത്തമില്ലാത്തൊരു ടൗൺഷിപ്പാണ് ഈ വയനാട്ടിൽ കൽപ്പറ്റയിൽ വരാൻ പോകുന്നത്. ആ ടൗൺഷിപ്പിന് മുൻപോടി കൂടി BJP നേതാക്കൾ നടന്നു പോകുമ്പോൾ തല താഴ്ത്തി നടക്കേണ്ടി വരില്ലേ BJP നേതാക്കൾക്ക്? ഒരിക്കലുമില്ല ഡോക്ടർ അരുൺ. ഇവിടെ ചെലവഴിക്കാൻ പോകുന്നത് മുഴുവൻ കേന്ദ്രം കൊടുത്തിട്ടുള്ള പണമായിരിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവും സംശയവുമില്ല. കാരണം ഒരു മിനിറ്റേ ഉള്ളൂ, ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ 111 കോടി രൂപ 530 കോടി രൂപ ഇവർ ആവശ്യപ്പെട്ട തുകയിൽ നിന്ന് എടുത്ത് ചെലവഴിക്കാൻ വേണ്ടി പോകുന്നു. അതുപോലെ തന്നെ റോഡിന് വേണ്ടി 87 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. റിവറിൻ്റെ ക്ലീനിങ്ങിന് വേണ്ടി 65 കോടി അനുവദിച്ചിട്ടുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ 21 കോടി രൂപ, മുട്ടിൽ മേപ്പാടി റോഡിന് 60 കോടി രൂപ, ബ്രിഡ്ജിന് 38 കോടി രൂപ, എഡ്യൂക്കേഷന് വേണ്ടി 12 കോടി രൂപ,
വായ്പയായി. ഹെൽത്തിന് വേണ്ടി 15 കോടി രൂപ, വായ്പയായി. പവറിന് വേണ്ടി 13.5 കോടി രൂപ, വായ്പയായി. വാട്ടർ 22.50 കോടി രൂപ, വായ്പയായി. ഫ്രീക്വേഷന് വേണ്ടി 9 കോടി രൂപ, വായ്പയായി. DDMA-ക്ക് 30 കോടി രൂപ, വായ്പയായി. റോഡ് ചൂരൽമല 9 കോടി രൂപ. വായ്പയായി. ആയിക്കൊള്ളട്ടെ. ഇതല്ലാതെ ഈ സംസ്ഥാനത്തെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ച തുക മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞല്ലോ, വെറും 25 കോടി, 10-700 കോടി രൂപയുണ്ടല്ലോ. എന്നാൽ ഒരു 100 കോടി രൂപ ചെലവഴിക്കാൻ സാധിക്കാത്തത്? കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള ഈ മാനദണ്ഡ പ്രകാരമുള്ള ഈ തുകയല്ലേ എടുത്ത് ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ? മറ്റേത് തുകയാണ് ഇവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 1023 പോസ്റ്റ് ഡിസാസ്റ്റർ അസസ്മെന്റിന്റെ പേരിൽ PDNA-യുടെ പേരിൽ കൊടുത്തിരിക്കുന്ന 2021 കോടി രൂപയിൽ നിന്ന് 1 രൂപ കൊടുത്തിട്ട്, വായ്പയല്ലാതെ 1 രൂപ കൊടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് പണം എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ നിധിയിൽ നിന്ന് എത്ര കോടി രൂപ ഈ പാവങ്ങൾക്ക് കൊടുത്തു? അത് മാത്രം എന്തിനാ കെട്ടിപ്പിടിച്ചു വെക്കുന്നേ? 700 കോടിയുടെ കാര്യമാണ് ഗവൺമെന്റുകള് നോക്കൂ. ത്രിപുരയ്ക്ക് കൊടുത്തത് ഒരു പ്രദേശത്തുണ്ടാകുന്ന ദുരന്തത്തെയും ഒരു സംസ്ഥാനത്ത് ഉണ്ടാകുന്ന ദുരന്തത്തെയും രണ്ടായി കാണണം. ആന്ധ്രയ്ക്ക് കൊടുക്കുന്നതും അങ്ങനെയാണോ? മുഴുവൻ ഉണ്ടാകുന്ന ദുരന്തത്തെ അങ്ങനെയാണ് കാണുക. പ്രശാന്ത് മലവേൽ, ത്രിപുരയിൽ എത്ര പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്? ജീവനുകളുടെ എണ്ണത്തിനനുസരിച്ചാണെങ്കിൽ ഡോക്ടർ അരുൺ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസത്തിന്, ആരോഗ്യത്തിന്, വാടകയ്ക്കൊക്കെ കിടന്ന് നെട്ടോട്ടമോടുകയാണ്. ജീവൻ നഷ്ടപ്പെട്ട ത്രിപുരയിൽ 40 കോടി, 37 ജീവൻ നഷ്ടപ്പെട്ട തെലങ്കാനയ്ക്ക് 736 ജീവൻ നഷ്ടപ്പെട്ട കേരളത്തിന് വട്ടപൂജ്യമോ? ഒരു സംസ്ഥാനത്ത് ഒരുമിച്ചുണ്ടായിട്ടുള്ള ദുരന്തം ഒരു സംസ്ഥാനത്ത് അല്ലല്ല 2219 വരാൻ പോകുന്നുള്ളൂ. ആ PDNA പ്രകാരം ഫണ്ട് അനുവദിക്കുന്നതിന് മാനദണ്ഡമുണ്ട്. ഇവിടെ റഫീഖിന് മാത്രമല്ലല്ലോ മാനദണ്ഡമുള്ളത്, പിണറായി വിജയന് മാത്രമല്ലല്ലോ മാനദണ്ഡമുള്ളത്. അതിന് അതോറിറ്റി ഉണ്ട്, അതിന് കമ്മിറ്റി ഉണ്ട്. ഡോക്ടർ നമ്മൾ തന്നെ ഇതിനു മുൻപ് സംസാരിച്ചതാണ്, നമ്മൾ തന്നെ ഡിബേറ്റ് പിണറായി വിജയന് മാത്രം മേപ്പുറ ഇല്ലാത്തൊരു തീപ്പൊരിയെ കുറിച്ച് ഒരു പേടിയും പേടിക്കണ്ട. എന്ത് വേണമെങ്കിലും കൊടുത്തത് നവംബർ 13 കഴിഞ്ഞ് ഡിസംബർ മാസത്തിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു. നിങ്ങൾ സമരം ഹെലികോപ്റ്ററിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ ചൂരൽമല മുണ്ടക്കൈയിലെത്തിയതല്ലേ? ഓഗസ്റ്റ് 10 നമ്മുടെ പ്രധാനമന്ത്രി, അതായത് ഈ സംഭവം നടന്ന് 10 ദിവസത്തിന് ശേഷം നമ്മുടെ പ്രധാനമന്ത്രി ചൂരൽമല മുണ്ടക്കൈയിലെത്തിയതല്ലേ? അതിതീവ്രമായിട്ടുള്ള ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ നമ്മൾ എന്തിനാണ് 7 മാസം എടുക്കുന്നത്? എന്തുകൊണ്ടാണ് 7 മാസം എടുത്തത്? പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഈ പണം കൊടുക്കാമായിരുന്നില്ലേ? PDNA-യിൽ നിന്ന് കൊടുക്കാമായിരുന്നില്ലേ? NDRF-ൽ നിന്ന് കൊടുക്കാമായിരുന്നില്ലേ? തരാനുള്ള മര്യാദ കാണിക്കണം നിങ്ങൾ. ഇതില് കൗതുകകരമായ കാര്യം പ്രശാന്ത്, നമ്മൾ പലതവണ പലകുറി ഓഗസ്റ്റ് 17 തീയതി പ്രശാന്ത് മലവേൽ ഒരു നിമിഷം പ്രശാന്ത്, ഓഗസ്റ്റ് 17 തീയതി 1202 കോടി രൂപ. പ്രശാന്ത് ഒരു നിമിഷം, നിങ്ങളെന്ന് വിളിക്കുന്ന ആരെയാണ്? അല്ല, ഒരു നിമിഷം നവാസ്, ഒരു നിമിഷം പ്രശാന്ത്. ഓഗസ്റ്റ് 17 തീയതി NDRF-ൽ നിന്ന് 1202 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് കേരളം കേന്ദ്രത്തിന് കത്തെഴുതുന്നു എന്നാണ് പ്രധാനമന്ത്രി വന്ന 7 ദിവസത്തിന് ശേഷം. അപ്പോൾ പറയുന്നു പുതിയ ഗൈഡ് ലൈൻ വരുന്നു. ആ പുതിയ ഗൈഡ് ലൈൻ പ്രകാരം റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഗൈഡ് ലൈൻ പ്രകാരം അപേക്ഷിക്കണമെന്ന് പറയുന്നു. അത് ജൂലൈ 18 തീയതി, ഓഗസ്റ്റ് 14 തീയതി നിലവിൽ വരുന്ന ഗൈഡ് ലൈൻ. അതുപ്രകാരം PDNA നവംബർ 13 തീയതി സർക്കാർ കൊടുക്കുന്നു 2221 കോടി. എന്താ തീരുമാനമാവാത്തത്? ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്.
2200. നോക്കൂ അരുൺ, ഇന്ന് വരെ ലിസ്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്ന ആളുകൾക്ക് ലിസ്റ്റ് പൂർത്തിയാക്കിയിട്ടാണോ സാർ PDN അനുവദിക്കുക? നിങ്ങൾ എത്ര ആളുകളെയാണ് താങ്കളുടെ ഭാഗം പറയുന്നു. 15 ലക്ഷം എന്നുള്ളത് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടാണോ? 15 ലക്ഷം എന്നുള്ളത് ഒരാൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ 15 ലക്ഷം എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ കൂടി ആളുകളെ പ്രശാന്ത്, സമയം കിട്ടുമ്പോൾ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വം വഴി പുതിയ സംസ്ഥാന അധ്യക്ഷൻ എത്തിയിട്ടുണ്ടല്ലോ, കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കണം. 529 കോടി രൂപ കേരളത്തിന് വായ്പയായി കൊടുത്തതിന്റെ പേരിൽ ചാനൽ ചർച്ചകളിൽ ഞങ്ങൾക്കാണ് അഭിമാനക്ഷതം ഉണ്ടാവുന്നത്. അത് വായ്പയല്ലാതാക്കി മാറ്റണം എന്നെങ്കിലും നിങ്ങൾ BJP വിളിച്ചതുകൊണ്ടാണ് ഞാൻ ചാനൽ ചർച്ചയ്ക്ക് വന്നത്. അല്ലല്ല, അയ്യോ, അങ്ങനെയല്ല. ഞങ്ങൾ താങ്കൾ അപമാനിച്ചു എന്നല്ല, മറ്റ് അതിഥികൾ നിങ്ങളോട് ചോദിക്കുന്ന മറുപടി പറയാൻ പറ്റില്ല. എനിക്ക് പ്രശാന്ത് എന്ന സുഹൃത്തിനെ ഞങ്ങളുടെ വാദം അവതരിപ്പിക്കാൻ നിങ്ങൾ വിളിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ പറയണം. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ പോകുന്നു. നോക്കൂ പ്രശാന്ത്, വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടിയാണ് ഞാൻ പ്രശാന്തിനോട് പറയുന്നത്. പ്രശാന്തിന് മറുപടി ഇല്ലാതെ പോകുന്നത് കൊണ്ടല്ലേ ഈ 529 കോടി വായ്പയല്ലാതെ അനുവദിച്ചിരുന്നെങ്കിൽ നവാസിന്റെയും റഫീഖിന്റെയും ഈ ഇരിക്കുന്ന യൂനിസിന്റെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ അന്തസ്സായിട്ട് ഉത്തരം പറയാമായിരുന്നില്ലേ? മറുപടിയാണ്. അല്ല പ്രശാന്ത്, കേരളത്തിന് തരാൻ പൈസ നിങ്ങളുടെ കയ്യിൽ അല്ല, 529 കോടി എന്താണ് അന്തസ് കുറവ്? 215 കോടി രൂപ STRF-ലേക്ക് കൊടുത്തില്ലേ? 34 കോടി ഡബ്രിസ് മാറ്റാൻ കൊടുത്തില്ലേ? 153 കോടി IMCT റിപ്പോർട്ട് പ്രകാരം കൊടുത്തില്ലേ? 530 കോടി ഇവർ ആവശ്യപ്പെട്ടത് കൊടുത്തില്ലേ? ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. അത് കേന്ദ്ര സർക്കാർ ചെയ്തില്ലേ? ചെയ്തു, സമരം ചെയ്തതിനു ശേഷം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് 64 ഏക്കർ ഭൂമി ഉണ്ടാക്കാൻ ഭയങ്കര പ്രശാന്തിന്റെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കുന്നു. ഈ PDN പ്രകാരം 2221 കോടി രൂപയുടെ കാര്യത്തിൽ മാനദണ്ഡ പ്രകാരം കേരളത്തിന് കിട്ടും എന്നുള്ള പ്രശാന്തിന്റെ പ്രതീക്ഷ ഞാനും പങ്കുവയ്ക്കുന്നു. ആ പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. അത് എത്ര കിട്ടുമെന്ന് നമുക്ക് കാത്തിരിക്കാം. അത് പ്രശാന്ത് പറഞ്ഞതിനെ നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നു. ഞാൻ യൂനസിലേക്ക് കൂടി ഒന്ന് പോയി വരാം. യൂനസ്, നമ്മുടെ സമയം അതിക്രമിച്ചുവെങ്കിലും ഞാൻ ഓരോ മിനിറ്റ് വീരം അതിഥികൾക്ക് പറഞ്ഞതാണ്. നമ്മൾ ചർച്ച ചെയ്യുന്ന സമയം നീണ്ടുപോയി. യൂനസ് അല്ലല്ല, ഒരു മിനിറ്റ്. ഞാൻ എൻ്റെ ആദ്യ അവസരത്തിൽ ഞാൻ സെക്കൻഡുകൾ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. അതിനുള്ള കാരണം നമ്മളെ മറ്റ് 3 പ്രതിനിധികളും പറയുന്നതിന് ശേഷം മറുപടി പറയാൻ കഴിഞ്ഞിട്ടായിരുന്നു. അത് പരിഗണിച്ചിട്ട് എനിക്ക് ചെറിയൊരു ടൈമിലൊരു ഇളവ് തരണം. എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത് നമ്മുടെ ജില്ലാ സെക്രട്ടറി, CPM-ന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് റഫീഖ് പറയുണ്ടായി, മുട്ടിൽ വെച്ചൊരു മീറ്റിംഗ് കൂടിയത്. ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. അതിൽ നമ്മുടെ ചീഫ് സെക്രട്ടറി പറഞ്ഞത് 1023 വീടാണ്. ഈ 1023 വീട് ഇന്നത്തെ കണക്കിൽ വരികയാണെങ്കിൽ ഇവിടുത്തെ പ്രശ്നം തീർന്നു, പുനരധിവാസവുമായിട്ടുള്ള പ്രശ്നം തീർന്നു. ഈ 1023 ഉണ്ടെങ്കിൽ ഈ ദുരന്തത്തിൽ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ബന്ധപ്പെട്ടവരുണ്ട്. ആദ്യമായിട്ട് ഞാൻ പറയാം, ഈ പടവെട്ടിക്കുന്ന്, ചൂരന്മല സ്കൂൾ റോഡ് പടവെട്ടിക്കുന്ന് കണ്ടിട്ടുണ്ട്. സഖാവ് 1023 ചീഫ് സെക്രട്ടറി പറഞ്ഞതാ. ഓക്കെ, ഈ പടവെട്ടിക്കുന്ന് ജോൺ മത്തായുടെ റിപ്പോർട്ടിൽ, ആദ്യ റിപ്പോർട്ടിൽ, ഇന്നും അത് പല ചാനലുകളിലും പേപ്പർ കട്ടിങ്ങും ഉണ്ട്, സ്കൂൾ റോഡ് പടവെട്ടിക്കുന്ന് 100% വാസയോഗ്യമല്ല എന്നാണ് ആദ്യ റിപ്പോർട്ട് വന്നത്. ശരി. രണ്ടാമത്തെ റിപ്പോർട്ട് വന്നപ്പോൾ ഒരു ഭാഗം വാസയോഗ്യമായി മാറി. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പിന്നെ ആദ്യ അളവിൽ നമ്മൾ ഡിസ്റ്റൻസ്, അതായത് നമ്മൾ ലാൻഡ് സൈഡ് വന്ന് അടഞ്ഞ അവശിഷ്ടങ്ങളിൽ നിന്ന് 300 മീറ്റർ അകലെയാണ് വാസയോഗ്യമായിട്ടുള്ള ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞു. രണ്ടാമത്തെ അളവിൽ വന്നപ്പോൾ 50 മീറ്ററായി സാറ്, 50 മീറ്ററായി. ഒറ്റപ്പെട്ടു പോയ ഭാഗങ്ങൾ ഉൾപ്പെടുത്തുമെന്നാണ് സർക്കാർ പറഞ്ഞത്. 400 കൂടുതൽ വീടുകളാണ് സ്കൂൾ റോഡ് പടവെട്ടിക്കുന്നിലുണ്ടായിരുന്നത്. 400-ൽ പരം വീടുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഇന്ന് ബാക്കിയുള്ളത് 27 വീടുകളാണ്. അതപ്പോൾ ഒറ്റപ്പെട്ട ഭാഗമായിട്ട് മാറൂലേ? നിലവിൽ ഈ പോകുന്ന റൂട്ടിലേക്ക് ഏകദേശം 2 കിലോമീറ്ററുകളോളം അരുൺ സാർ വന്നതാണ്, നമ്മുടെ റിപ്പോർട്ടർമാർ വന്നതാണ്. ആ റോഡ് പുഴയാണ്. ഇന്ന് അത് നോഗോ സോണാ. നിലവിലുണ്ടായിരുന്ന റോഡ് പുഴയായി കിടക്കുക. ഇനി അതിലെ റോഡ് വരണമെങ്കിൽ ജോൺ മത്തായി കുറ്റി അടിച്ചതിൻ്റെ ആ പഴയ വഴിയിലൂടെ റോഡ് വരാൻ കഴിയില്ല, പുഴയല്ലേ. അതിൻ്റെ 50 മീറ്റർ വാസയോഗ്യമല്ല. അപ്പം ഇനി റോഡ് വരുമ്പോൾ 50 മീറ്റർ മേലൂടെ വരണം. ഞങ്ങളുടെ അഭിപ്രായത്തിൽ അത് ഓവർബ്രിഡ്ജ് വരണം. അത് പിന്നെ സർക്കാർ ശാസ്ത്രജ്ഞന്മാരെ കണ്ട് തീരുമാനിച്ചിട്ട് ഓവർബ്രിഡ്ജോ റോഡോ വരുത്തട്ടെ. അവിടെ റോഡ് വേണം. അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് ജീവിതമാർഗങ്ങളുണ്ട്, റോഡെല്ലാം വേണം. പക്ഷേ ഈ തുച്ഛമായ 27 കുടുംബത്തെ, ആദ്യ ഘട്ടത്തിൽ വരേണ്ട 27 കുടുംബത്തെ എന്തുകൊണ്ട് ഒഴിവാക്കി? ഞങ്ങൾ പലതവണ, ഇപ്പോൾ സഖാവ് റഫീഖ് പറഞ്ഞു പരാതി കൊടുക്കാൻ അവസരം ഉണ്ടെന്ന്. സഖാവ് റഫീഖ് എല്ലാ
നിയമം വെച്ച് പറയട്ടെ, ഞങ്ങൾ കലക്ടർക്ക് 10-ൽ കൂടുതൽ പരാതി കൊടുത്തു. 10-ൽ കൂടുതൽ ഞങ്ങളെ വേദനകൾ പറഞ്ഞിട്ട്. 90 വയസ്സ് കൂടുതൽ രക്ഷകർത്താക്കൾ എവിടെയുണ്ട്? ശരി, യൂനിസ് അത് അതെന്തായാലും സർക്കാർ കേൾക്കാതിരിക്കില്ല. സർക്കാർ കേൾക്കാതിരിക്കില്ല. പണം നമ്മുടെ സർക്കാരിന്റെ കയ്യിലുണ്ട്. ഇനി കേന്ദ്ര സർക്കാർ തന്നില്ലെങ്കിൽ പോലും ആ പണം സർക്കാരിന്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഒറ്റപ്പെട്ടു പോയ വിരലുകളിൽ എണ്ണാവുന്ന പാടിയുള്ള താമസക്കാര്, അതുപോലെ വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. 740 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുണ്ട്. ആകെ ചെലവഴിച്ചത് 25 കോടിയാണെന്ന് പറയുന്നു. 30 കോടി കൊടുത്താൽ അവരുടെ വായ്പയെങ്കിലും എഴുതിത്തള്ളാം. എന്തേ സർക്കാർ ചെയ്യുന്നില്ല? 740 കോടിയിൽ ഇവർക്ക് എല്ലാവർക്കും വീതം വെച്ച് കൊടുത്താൽ പോലും 1 കോടി രൂപയിൽ പുറത്ത് കിട്ടേണ്ടതാണ്. അത് വേണ്ട. ഇവർക്ക് 25 ലക്ഷം രൂപയുടേതെങ്കിലും എന്തുകൊണ്ടൊരു പാക്കേജ് പ്രഖ്യാപിക്കുന്നില്ല? ആ അർത്ഥത്തിൽ 30 ലക്ഷം രൂപയുടെ വീടെന്ന് പറഞ്ഞു, പിന്നീട് അത് 20 ലക്ഷമായി ചുരുങ്ങി. പക്ഷേ അപ്പോഴും നിങ്ങൾ പറയുന്നു അതല്ല, സർക്കാർ ബാക്കി കൂടി ഇട്ട് കൊടുക്കും. പക്ഷേ 740 കോടിയിൽ നിന്ന് 25 കോടി മാത്രമേ ചെലവാക്കിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതൊരു പരിമിതിയല്ലേ, ഒരു വീഴ്ചയല്ലേ? എനിക്ക് തോന്നുന്നു നവാസ്, താങ്കളുടെ ശബ്ദത്തിന് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. റഫീഖ്, താങ്കളുടെ ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കേൾക്കാം. അതായത് 32 കോടി രൂപയുടെ വായ്പയെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ഇവിടെ BJPയുടെ പ്രതിനിധി പറയുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വളരെ കൃത്യമായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു 32 കോടി രൂപ സെക്ഷൻ 15 പ്രകാരം കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവിറക്കിയാൽ പിൻവലിക്കാവുന്ന വിഷയമാണല്ലോ, തയ്യാറായില്ല. പിന്നെ എന്തുകൊണ്ട് കേരളം അത് ഈ കടം എഴുത്തള്ളുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ സാങ്കേതികമായ വശത്തെക്കുറിച്ച് ഇവിടെ UDFിൻ്റെ ഭാഗമായ പാനലിസ്റ്റ് പങ്കെടുക്കുന്ന ആളെന്ന് പരിശോധിക്കണം. അങ്ങനെ കേരളം അങ്ങനെ നാഷണലൈസ്ഡ് ബാങ്കുകളുമായി ബന്ധപ്പെട്ട കടം എഴുത്തള്ളാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ സിബിൽ സ്കോറിന് ഉൾപ്പെടെ ബാധിക്കുന്ന പ്രശ്നമാണ്. എന്നാൽ കേന്ദ്രം അങ്ങനെ തീരുമാനം സെക്ഷൻ 13 പ്രകാരം, ദുരന്ത നിവാരണ നിയമപ്രകാരം, സെക്ഷൻ 15 പ്രകാരം സെക്ഷൻ 15 പ്രകാരം എടുത്താൽ കണക്ക് കാണിച്ചുകൊണ്ടല്ലേ കൊടുക്കാൻ പറ്റൂ. ആ നിലയിൽ സെക്ഷൻ 15 ഞങ്ങൾ പറയുന്ന എന്റെ സൗണ്ടിന്റെ പ്രശ്നമാണ്. അല്ല, നിങ്ങൾ സൗണ്ടിന്റെ സമയം വല്ലാതെ അതിക്രമിച്ചു. എനിക്കൊന്ന് റഫീഖ് ദയവായി അവസാനിപ്പിക്കണം. റഫീഖ് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, കേരളം കൊടുത്താൽ എഴുതി തള്ളിയാൽ സിവിൽ സ്റ്റോറിനെ ബാധിക്കും. പക്ഷേ നവാസ് ചോദിച്ച ചോദ്യം ഇതാണ്, ആ 32 കോടി ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്ത പ്രശ്നം കഴിഞ്ഞില്ലേ? അല്ലെന്ന് ഒരു നിമിഷം. അതെ കേന്ദ്രം യഥാർത്ഥത്തിൽ സെക്ഷൻ 15 പ്രകാരം അത് അവർ തീരുമാനമെടുത്താൽ തള്ളാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് വരാത്ത സാഹചര്യത്തിൽ എന്ത് എന്നതിനെ സംബന്ധിച്ച് കേരളത്തിലെ ഗവൺമെന്റ് പരിഗണിക്കുമെന്ന് ഇന്ന് റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഘട്ടത്തിലല്ലേ നമുക്ക് പറയാൻ കഴിയൂ. നമ്മൾ ആദ്യം ആവശ്യപ്പെട്ടതാണ് ഈ കാര്യം തള്ളണമെന്ന്. ഒന്ന്. രണ്ടാമത്തെ കാര്യം ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പറഞ്ഞു. ചികിത്സയുമായി ബന്ധപ്പെട്ട് ആദ്യം ഏറ്റവും ചികിത്സ വേണ്ടവർക്ക് 54,500 വെച്ച് കൊടുത്തു. ഇപ്പോൾ ഒരു കാർഡ് കൊടുത്തിരിക്കുന്നു. ഏത് ചികിത്സയാണോ ആ ചികിത്സക്ക് ആവശ്യമായ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഉൾപ്പെടെ ചികിത്സിച്ചാൽ അത് കളക്ടർക്ക് നൽകിയാൽ റീഎംബേഴ്സ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാർഡ് നൽകിയിരിക്കുന്നു. ഈ എന്ത് ഗവൺമെന്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ രക്ഷാപ്രവർത്തനം മുതൽ പുനരധിവാസം ഈ ടൗൺഷിപ്പുമായി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി ശ്രീ PK നവാസ്, K റഫീഖ്, പ്രശാന്ത് മലവേൽ, UDS പ്രദേശവാസി നമുക്കൊപ്പം ചർച്ചയിൽ ചേർന്നതിന്. Debate with Dr. Arun Kumar.